തിരുസഭാലയം ധന്യമാക്കാൻ തിരുസഭാലയം ധന്യമാക്കാൻ തിരഞ്ഞെടുത്ത് ശുദ്ധീകരിച്ച് അഭിഷിക്തരാകുമോ മലയിലെ നഗരം കൊളുത്തിവ ശരീരങ്ങൾ നിങ്ങൾ മലയുടെ ലവണം മലയിലെ നഗരം കൊളുത്തിവ ശരീരങ്ങൾ നിങ്ങൾ ഉൾത്താരുണന്നു വൈദികാത്തി തിരുവൾത്താരം നേടി അണയുന്നു നിത്യഭക്തനെ സ്വാഗതം സത്യശുദ്ധനെ സ്വാഗതം ത്യാഗശീലനെ സ്വാഗതം സത്സ്വരൂപനെ സ്വാഗതം ഉൾത്താരുണന്നു വൈദികാത്തി തിരുവൾത്താരം നേടി അണയുന്നു. തൈലധാര നുകർന്നുജ്വലിക്കും അക്ഷയജ്ഞാന വചനപ്രദീപമേ
യോഗ്യതയെന്നിലില്ല, ശ്രേഷ്ഠമായൊന്നുമില്ല. ഇന്നാളുമെന്നുള്ളിൽ നീ വരണേ, ഈശോ എന്നുള്ളിൽ എഴുന്നള്ളണേ, ഈശോ എന്നുള്ളിൽ എഴുന്നള്ളണേ. ആത്മാവിൽ വാണിടാനാ എന്നിൽ എഴുന്നള്ളണേ, ബലവാനേ പരിശുദ്ധനേ അമർത്യനേ അതിനാഥനേ, ബലവാനേ പരിശുദ്ധനേ അമർത്യനേ അതിനാഥനേ, ആത്മാവിൽ വാണിടാനായി എന്നിൽ എഴുന്നള്ളണേ. ആജാ മേരേ പ്രഭു, मेरे दिल में, मेरे तन में आजा प्रभु, आजा मेरे प्रभु, मेरे दिल में, मेरे तन में आजा प्रभु.
എന്ന സങ്കീർത്തന വചനം നമുക്ക് ആശ്വാസമേകുന്നു. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. സങ്കീർത്തനം 91:3. ലോകം മുഴുവൻ കൊറോണയുടെ പരിഭ്രാന്തിയിലൂടെ കടന്നു പോകുമ്പോൾ രോഗികളിലും വേദനിക്കുന്നവരിലും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരിലും യേശുവിനെ കണ്ടെത്താൻ, ആടുകളുടെ ഗന്ധമുള്ള നല്ല ഇടയനായി മാറുവാൻ ഇതാ ഡീക്കൻ സിജോ ചാതേലി കടന്നു വരുന്നു. സാർവത്രിക സഭയിൽ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ വർഷവും കുടുംബവർഷവും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ യൗസേപ്പിതാവിനെ പോലെ പിതൃസ്നേഹം തുളുമ്പുന്ന ഹൃദയത്തോടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവർക്ക് ആശയും പ്രതീക്ഷയും നൽകാനും ഡീക്കൻ സിജോ തന്നെ സമർപ്പിക്കുന്നു. യേശുവിനോടുള്ള വ്യക്തിബന്ധത്തിൽ നിങ്ങളുടെ പൗരോഹിത്യം നങ്കൂരമുറപ്പിക്കട്ടെ എന്നാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പുരോഹിതരോട് ആഹ്വാനം ചെയ്യുക. തന്നെ മുറിച്ചു തന്ന ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവർക്കായി സ്വയം പങ്കുവയ്ക്കാൻ, മറ്റൊരു ക്രിസ്തുവായി തീരാൻ ഡീക്കൻ സിജോയ്ക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയുടെ മുഴുവൻ സമയവും അഭിവന്യ പിതാവിനോടും നിയുക്ത വൈദികനോടും ചേർന്ന് നമുക്ക് തീക്ഷ്ണമായി പ്രാർത്ഥനയിൽ ചെലവഴിക്കാം. പട്ടം കൊടുക്കൽ ശുശ്രൂഷയുടെ പ്രാരംഭമായുള്ള പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. വൈദികാർത്ഥിയെ വൈദികരും വൈദിക വിദ്യാർത്ഥികളും ചേർന്ന്
കർത്താവിൻ്റെ ഭവനമായ ദേവാലയത്തിലേക്ക് ഇപ്പോൾ ആനയിക്കുന്നു. പാപത്തെയും മരണത്തെയും പരാജയപ്പെടുത്തിയ ജേതാവായ ക്രിസ്തുവിൻ്റെ വിജയചിഹ്നമായ കുരിശാണ് ഈ പ്രദക്ഷിണത്തിൻ്റെ മുൻപിൽ വഹിക്കപ്പെടുന്നത്. പട്ടം സ്വീകരിക്കുന്ന ഡീക്കൻ സിജോ കൊത്തീനയും ഊറാറയും സൂനാറയും ധരിച്ചിരിക്കുന്നു. തിരുവസ്ത്രമായ കാപ്പ കൈകളിൽ പിടിച്ചിരിക്കുന്നു. ഡീക്കൻ്റെ ഇരുവശങ്ങളിലുമായി മാതാപിതാക്കളും മുൻപിൽ സഹോദരങ്ങളും പ്രദക്ഷിണത്തിൽ പങ്കുചേരുന്നു. ഏറ്റവും ഒടുവിലായി സഹകാർമ്മികരാലും ശുശ്രൂഷികളാലും അനുഗതനായി തിരുവസ്ത്രങ്ങളും അധികാര ചിഹ്നങ്ങളായ അംശവടിയും മുടിയും അണിഞ്ഞ് സാഗർ രൂപതാധ്യക്ഷൻ അഭിവന്യ മാർ ജെയിംസ് സത്തിക്കളം പിതാവും ആഗതനാകുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഭക്ത്യാദരങ്ങളോടെ സ്വാഗതഗാനം ആലപിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കാം. ദേവാലയ ബലിവേദിയൊരുങ്ങി ദിവ്യാനുഗ്രഹധാര നിറഞ്ഞു പരിശുദ്ധാത്മാവാഗതനാകും പരിപാവനമീ നിമിഷങ്ങൾ. ദേവാലയ ബലിവേദിയൊരുങ്ങി ദിവ്യാനുഗ്രഹധാര നിറഞ്ഞു പരിശുദ്ധാത്മാവാഗതനാകും പരിപാവനമീ നിമിഷങ്ങൾ. പൗരോഹിത്യം പൂജിതമാകും പൗരോഹിത്യം പൂജിതമാകും ദൈവജനത്തിൽ നിന്നീദാസൻ വന്നണയും നീ വേദികയിൽ. ദൈവജനത്തിൽ നിന്നീദാസൻ വന്നണയും നീ വേദികയിൽ. ദേവാലയ ബലിവേദിയൊരുങ്ങി ദിവ്യാനുഗ്രഹധാര നിറഞ്ഞു പരിശുദ്ധാത്മാവാഗതനാകും പരിപാവനമീ നിമിഷങ്ങൾ. ദേവാലയ ബലിവേദിയൊരുങ്ങി ദിവ്യാനുഗ്രഹധാര നിറഞ്ഞു പരിശുദ്ധാത്മാവാഗതനാകും പരിപാവനമീ നിമിഷങ്ങൾ. എല്ലാവരും ഇരിക്കുക. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, തിരുപ്പട്ടദാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. താഴേക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒരു സുദിനമാണ് ഇന്ന്. ഈ ഇടവകയുടെ പ്രിയ മകൻ ഡീക്കൻ സിജോ ചാദേലി ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി പുരോഹിതനായി ഉയർത്തപ്പെടാൻ പോകുന്നു. സുപ്രസിദ്ധ തീർത്ഥകേന്ദ്രമായ താഴേക്കാട് ഇടവക ദേവാലയം മനോഹരമായി പുനർനിർമ്മിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി നടക്കുന്ന തിരുപ്പട്ടമാണ് ഇന്ന്. മാത്രമല്ല, സീറോ മലബാർ സഭയിൽ മേജർ ആർക്ക് എപ്പിസ്കോപ്പൽ പദവിയിലേക്ക്
ഈ ദേവാലയം ഉയർത്തപ്പെട്ടതിന് ശേഷം ആദ്യമായി നടക്കുന്ന തിരുപ്പട്ടം കൂടെയാണ് ഇത്. ഇടവക സമൂഹത്തോട് ചേർന്ന് ഡീക്കൻ്റെ കുടുംബാംഗങ്ങൾക്കും ഇന്ന് ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സുദിനമാണ്. പിന്നിട്ട അനേക വർഷങ്ങൾ പരിശീലനത്തിൻ്റെ പാതയിലൂടെ പുത്തൻ പ്രതീക്ഷകളുമായി അദ്ദേഹം നീങ്ങുകയായിരുന്നു. തങ്ങളുടെ പ്രിയപുത്രനെ ദൈവത്തിന് സമർപ്പിച്ച ഡീക്കൻ്റെ മാതാപിതാക്കൾ പരിശുദ്ധമായ ആഗ്രഹത്തോടെ പ്രാർത്ഥനാനിരതരായി കഴിയുകയായിരുന്നു. താഴേക്കാട് ഇടവകയിലെ ദൈവജനവും ഈ സുന്ദര ദിനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരുന്നു. ഇന്നിതാ ആ പ്രതീക്ഷകളെല്ലാം പൂവണിയുകയാണ്. ഡീക്കൻ സിജോ ചാദേലി, താഴേക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവക, ചാദേലി ജോസഫ് ജെസ്സി ദമ്പതികളുടെ മകനായി 1993 ഫെബ്രുവരി 22 ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം കണ്ണിക്കര സെൻറ്റ് പോൾസ് LP സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം അവിടത്തൂർ LBSM സ്കൂളിലും പൂർത്തിയാക്കി. തുടർന്ന് 2009 മെയ് 31 സാഗർ രൂപതയ്ക്ക് വേണ്ടി വൈദിക വിദ്യാർത്ഥിയായി ശംസാനയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നിനക്കായി നൽകിട ജീവിതവും പ്രാണനുമേ നിൻ ഹിതമോടെ ശോഭിതമാ പിരിയാത നിനക്കായി നൽകിട ജീവിതവും പ്രാണനുമേ പിതാവേ നിന്നിതമറിയാൻ നിറവേറ്റാൻ ഞാനിതാ നിൻ വചനം പകർന്നിടാൻ നിറവേറ്റാൻ ഞാനിതാ നിൻ ഹിതമോടെ ശോഭിതമാ പിരിയാത നിനക്കായി നൽകിട ജീവിതവും പ്രാണനുമേ സോദരരെ നിങ്ങളെനിക്കായി പ്രാർത്ഥിച്ചിടണമേ ഇതാ നിൻ തിരുമുൻപിൽ സർവം ത്യജിച്ചു ഞാൻ. ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹ ലോകത്തിൽ പ്രകാശമാകാൻ നമ്മെ വിളിച്ചിരിക്കുന്നു. ഈ സുവിശേഷ സത്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ദീപം തെളിയിക്കുന്ന ഈ സമയത്ത് പ്രകാശമാകുന്ന മിശിഹായിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൽ പ്രകാശമായി തീരാൻ സിജോ ചാദേലി ശമാസിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം പ്രധാന കാർമ്മികനായ അഭിമന്യ പിതാവ് ഭദ്രദീപം കൊളുത്തി തിരുക്കർമ്മങ്ങൾക്ക് ആരംഭം കുറിക്കും. കൂടാതെ ആർച്ച് ഡീക്കൻ സാറ്റ്ന സെമിനറി തിയോളജി പ്രൊഫസർ റവറൻ ഫാദർ ജോർജ് മംഗലപ്പിള്ളി, സഹായ വൈദികൻ വൊക്കേഷൻ പ്രൊമോട്ടർ റവറൻ ഫാദർ സിൻഡോ മാളിയേക്കിൽ,
വികാരിയച്ഛൻ റവറൻഡ് ഫാദർ ജോൺ കവലക്കാട്ട്, വൈദികാർത്ഥി ഡീക്കൻ സിജോ ചാതേലി, വൈദികാർത്ഥിയുടെ മാതാപിതാക്കൾ, താഴേക്കാട് ഇടവക നടത്തുകൈക്കാരൻ ശ്രീ ജോർജ് തുമ്മാന, മദർ സുപ്പീരിയേഴ്സ് റവറൻഡ് സിസ്റ്റർ ദിവ്യ തെരസ്, റവറൻഡ് സിസ്റ്റർ തെരസ് മരിയ എന്നിവരും ഇപ്പോൾ തിരികൾ തെളിക്കുന്നതാണ്. ഉത്തമോത്ഥാനത്തിൻ അനഘമാ സുമുഹൂർത്തമാ അലിവിൻ തൈലധാര നുകർന്നുജ്വലിക്കും അക്ഷയജ്ഞാന വചനപ്രദീപമേ അന്തരാമിശ്രമാ അന്തരാളങ്ങളിൽ ഉദ്ദീപ്തമാനമാ തേജസാ നിറയുക നീ. ഇപ്പോൾ താഴേക്കാട് ഇടവക വികാരി ആർച്ച് പ്രീസ്റ്റ് ബഹുമാനപ്പെട്ട ജോൺ കവലക്കാട്ട് അച്ഛൻ ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഏറ്റവും ആദരണീയനായ സാഗർ രൂപതാധ്യക്ഷൻ മാർ ജെയിംസ് അത്തിക്കളം പിതാവേ, ആർച്ച് ഡീക്കൻ, സഹകാർമ്മികര്, വന്യവൈദികര്, ബഹുമാനപ്പെട്ട ഡീക്കൻ സിജോ ചാതേലിയെ നട്ട് സ്നേഹം കൊണ്ട് നനച്ച് വളർത്തിയ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽവക്കക്കാർ, നാട്ടുകാർ, സുഹൃത്തുക്കൾ, ഏറെ സ്നേഹിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നിങ്ങൾക്കെല്ലാവർക്കും താഴേക്കാട് മാർ സെബസ്ത്യാനോ സഹദ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. 131 വർഷം മുമ്പാണ് ഈ ഇടവകയിൽ ആദ്യത്തെ തിരുപ്പട്ടം നടന്നത്. 1890 ആദ്യത്തെ ആ തിരുപ്പട്ടം സ്വീകരിച്ചത് ബഹുമാനപ്പെട്ട ആദരണീയനായ മൺമറഞ്ഞു പോയ പൗലോസ് കൂന്തിലിയച്ഛനാണ്. ഈ ഇടവകയിൽ ഇതുവരെ 15 വൈദികർ ജന്മമെടുത്തിട്ടുണ്ട്. ഡീക്കൻ സിജോ 16ാമത്തെ വൈദികൻ ഇന്ന് തിരുപ്പട്ടം സ്വീകരിക്കുന്നു. ഈ ഇടവകയിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ച ബഹുഭൂരിപക്ഷം വൈദികരും ലോകത്തിൻ്റെ നാനാഭാഗത്ത് മിഷൻ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഒരേ ഒരു അച്ഛൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ മാള സെയിൻറ്റ് സ്റ്റെനിസ്ലാവോസ് ഫൊറോന പള്ളിയിൽ വികാരിയായിരിക്കുന്ന വർഗീസ് ചാലിശ്ശേരി അച്ഛൻ. അച്ഛൻ ഇപ്പോൾ നമ്മുടെ കൂടെ സഹകാർമ്മികനായിട്ട് ഉണ്ട്. ബഹുഭൂരിപക്ഷം വൈദികരും മിഷൻ പ്രവർത്തന മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്. ഡീക്കൻ സിജോ ചാതേലിയും സാഗർ മിഷന് വേണ്ടി ഇന്ന് ആദരണീയനായ അഭിവന്യ പിതാവ് ജെയിംസ് അത്തിക്കളത്തിൽ നിന്ന്
തിരുപ്പട്ടം സ്വീകരിക്കുകയാണ്. ഞങ്ങളേറെ അഭിമാനത്തോടുകൂടെ നിരവധി കഴിവുകളുള്ള മിടുക്കനായ സിജോ ചാതിരിയെ തിരുസഭയ്ക്ക് സ്നേഹത്തോടെ സമർപ്പിക്കുകയാണ്. ഡീക്കൻ സിജോയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പന്ത്രണ്ട് വർഷക്കാലം സിജോ ചാതേലി ശംശാന വൈദിക പരിശീലനത്തിൻ്റെ പാതയിലായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ അനേകം ഗുരുക്കന്മാരുടെ കീഴിൽ പരിശീലനം സിദ്ധിച്ച ശംശാന ഇപ്പോൾ പൗരോഹിത്യത്തിൻ്റെ കൈവയ്പ് സ്വീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധ മദ്ബഹയുടെ മുൻപിൽ നിൽക്കുന്ന ഈ മഹനീയ സമയത്ത് അദ്ദേഹത്തിൻ്റെ പരിശീലനത്തിൽ പങ്കാളികളായ എല്ലാവരെയും പ്രതിനിധീകരിച്ച് ആർച്ച് ഡീക്കൻ ഇപ്പോൾ പരിശീലനം പൂർത്തിയാക്കിയ വൈദികാർത്തിക്ക് പുരോഹിത പട്ടം നൽകണമേ എന്ന് അഭിവന്യ പിതാവിനോട് ഔദ്യോഗികമായി അഭ്യർത്ഥിക്കുന്നു. അഭിവന്യ പിതാവേ, വൈദിക പരിശീലനം പൂർത്തിയാക്കി അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ശംശാന ആന്റണി സിജോ ചാതേലിക്ക് പൗരോഹിത്യ പട്ടം നൽകി സഭയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഈ ദാസനെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വിശ്വാസ സത്യങ്ങൾ കടപ്പെട്ടവനാണ് ഓരോ ക്രൈസ്തവ വൈദികനും. സ്ഥാനചിഹ്നങ്ങൾ അണിഞ്ഞ് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന അഭിമന്യ പിതാവിൻ്റെ മുൻപിൽ വൈദികാർത്തി സുവിശേഷ ഗ്രന്ഥത്തെയും ദൈവജനത്തെയും സാക്ഷിയാക്കി സഭയുടെ ഔദ്യോഗിക വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയും ഇതര പ്രതിജ്ഞകൾ നടത്തുകയും ചെയ്യുന്നു. പരിപാവനമായ ഈ സമയത്ത് സിജോ ചാതേലി ശംശാന താൻ പ്രഖ്യാപിച്ച വിശ്വാസമനുസരിച്ചും പ്രതിജ്ഞകൾക്കനുസരിച്ചും ജീവിക്കുവാനുള്ള കൃപയ്ക്കായി മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. അയോഗ്യനായ ഞാൻ ശംശാന സിജോ ചാതേലി അത്യുന്നതനായ ദൈവത്തിൻ്റെ കൃപയാൽ മാർ ജെയിംസ് അത്തിക്കളം മെത്രാൻ്റെ മുമ്പാകെ കത്തോലിക്ക സത്യവിശ്വാസം ഏറ്റുപറയുന്നു. ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടി ഏക സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യായുസ്സും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സാധാരണമോ സാർവത്രികമോ ആയ പ്രബോധനാധികാരം വഴിയോ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെ ദൈവികമായി വെളിപ്പെട്ടതും നാം വിശ്വസിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ
എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നവയെല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസവും സമാർഗവും സംബന്ധിച്ച് സഭ നിയതമായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു. കൂടാതെ റോമിലെ മാർപ്പാപ്പയോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധനാധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നിയതമായി നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവകമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു. പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പോലിത്തയോടും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളോടും വിധേയത്വത്തോടു കൂടി വർത്തിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജെയിംസ് അത്തിക്കളം മെത്രാനെ പൂർണ്ണ ഹൃദയത്തോടും വിധേയത്വത്തോടും കൂടി അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുടെയും കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു. അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. സൗന്ദര്യദായകമെങ്കിലും മനുഷ്യ ശരീരത്തിലെ മൃതാംശങ്ങളിൽ മുഖ്യമായ തലമുടി മുറിച്ചുകൊണ്ട് അഭിമന്യ പിതാവ് വൈദികാർത്ഥിയിലുള്ള പാപഭാരമെല്ലാം നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നിലുള്ള പാപഭാരം മുഴുവൻ മിശിഹ നീക്കിക്കളയട്ടെ. പ്രാരംഭ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ ശുശ്രൂഷകളിൽ ഭക്തിപൂർവം പങ്കുചേരാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. അധപതിച്ചു പോയി ഞങ്ങളെ അങ്ങയുടെ അളവറ്റ കൃപയാൽ സമുദ്ധീകരിക്കണമേ. ആത്മീയ ദാനങ്ങൾ പ്രദാനം ചെയ്യുന്ന ദിവ്യരഹസ്യങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടി പരികർമ്മം ചെയ്യുന്നതിനും നീതിയുടെ പ്രവർത്തികളാൽ അവയെ പൂർണ്ണമാക്കുന്നതിനും അങ്ങയുടെ കാരുണ്യാതിരേകത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവിൻ്റെ ഭവനത്തിലായിരിക്കുവാനും ദൈവത്തെ മുഖാഭിമുഖം കാണുവാനുമുള്ള അഭിഷിക്തൻ്റെ ആഗ്രഹത്തെ
ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന സങ്കീർത്തനം നമുക്ക് ഇരുന്നു കൊണ്ട് ആലപിക്കാം. ഓരോ കാനോന ആരംഭിക്കുമ്പോഴും അതിൻ്റെ അവസാനം പുരോഹിതാർത്ഥി കാനോനയുടെ അവസാനത്തിലുള്ള തൃത്വസ്തുതി ചൊല്ലുമ്പോഴും സാഷ്ടാംഗ പ്രണമിച്ച് ആരാധന നടത്തുകയും ചെയ്യുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിൻ്റെ അങ്കണം കാണുവാൻ എൻ്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്കണം സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, എന്നെ ചെവിക്കൊള്ളണമേ. അങ്ങയുടെ അഭിഷിക്തിന്റെ മുഖം അങ്ങ് തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. എന്തെന്നാൽ നമ്മുടെ തുണയും രക്ഷയും ദൈവമായ കർത്താവാകുന്നു. അവിടുത്തെ സഹായവും മഹത്വവും നൽകും. പരിശുദ്ധമായി ജീവിക്കുന്നവർക്ക് തന്റെ വരങ്ങൾ നിഷേധിക്കുകയില്ല. പ്രതാപവാനായ ദൈവമേ, അങ്ങിൽ ശരണപ്പെടുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്കണം കാണുവാൻ എൻ്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധിയുടെ മഹാപുരോഹിതനായ മിശിഹായെ, നിന്റെ ആഗമനത്തോടുകൂടി സാദൃശ്യങ്ങളും ഉപമകളും ഇല്ലാതായി പഴയ നിയമ ശുശ്രൂഷ ചെയ്തിരുന്ന അഹ്റോൻ വംശത്തിന്റെ പൗരോഹിത്യം അവസാനിക്കുകയും പാപങ്ങളും കടങ്ങളും മോചിക്കുന്ന നിന്റെ ആധ്യാത്മിക പൗരോഹിത്യം ആരംഭിക്കുകയും ചെയ്തു. സകലത്തിൻ്റെയും നാഥനായ കർത്താവേ, നിന്റെ ദാസന്റെ മേൽ ആശിസ്സുകളും അനുഗ്രഹങ്ങളും വർഷിക്കണമെന്ന് നെടുവീർപ്പോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. സന്തോഷത്തോടും വിശുദ്ധിയോടും കൂടി നിന്റെ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്നെ സ്തുതിക്കുവാനും നിന്റെ നാമത്തിന് സ്തുതിയും പുകഴ്ചയും ബലിയായി സമർപ്പിക്കുവാനും പൗരോഹിത്യവരങ്ങൾ കൊണ്ട് ഇയാളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവായ സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സകല ജനതകൾക്കുമിടയിൽ മിശിഹായുടെ ജ്ഞാനത്തെക്കുറിച്ചുള്ള പരിമളം പരത്തി മിശിഹായിൽ വിജയം ആഘോഷിക്കുവാനുള്ള കൃപ ഈ വൈദികാർത്തിക്ക് ലഭിക്കട്ടെ എന്ന പ്രാർത്ഥന വിശുദ്ധരുടെ പ്രാർത്ഥനയാകുന്ന ദിവ്യപരിമളത്തോടൊപ്പം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവപ്രസാദത്തിനും മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളുടെ മോചനത്തിനുമായുള്ള ധൂപാർപ്പണത്തിന് ശേഷം വരുന്ന പ്രാർത്ഥനാവേളയിൽ സഭാസമൂഹത്തിൻ്റെ കരങ്ങളാകേണ്ട വൈദികൻ്റെ കരങ്ങളെ ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ പ്രസാദത്തിനും മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളുടെ മോചനത്തിനുമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ധൂപം അങ്ങയുടെ ആരാധ്യമായ ത്രിത്വത്തിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. അങ്ങയുടെ പുരോഹിതന്മാർ നീതിയും വിശുദ്ധന്മാർ മഹത്വവും ധരിക്കും. കൈകളുയർത്തി വിളിക്കുകയായി വൈദികരെന്നീ ബലിവേദികയിൽ ദൈവസുതൻ തൻ രക്തശരീരം പാവനമാക്കും ദിവ്യാത്മാവിനെ. എന്തുകൊണ്ടെന്നാൽ കർത്താവ് അവന്റെ കൈപിടിച്ചിരിക്കും. കൈകളുയർത്തി വിളിക്കുകയായി വൈദികനെന്നീ ബലിവേദികയിൽ ദൈവസുതൻ തൻ രക്തശരീരം പാവനമാക്കും ദിവ്യാത്മാവിനെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. വൈദികദാനം കേൾക്കേറുക താഴെയിറങ്ങി
സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് അണയുവാനും മർത്യരെ അമർത്യരാക്കി തീർക്കുന്ന വിശുദ്ധ മാമോദീസായുടെ ജലം ആശീർവദിക്കുവാനും അങ്ങയുടെ കൃപയാലും അനുഗ്രഹത്താലും ഈ ദാസന്റെ മേൽ അനുഗ്രഹം വർഷിക്കുകയും ഇയാളുടെ കരങ്ങളെ വിശുദ്ധി കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. യാകുമാരാദി കൊല്ലാ ഔദീനം ആഉലാദ് ഈശോ മിശിഹാ ശബരീനം ആഗത്തു നെഗുമാനാദ് പാഗരാ മാത്തു ബാരോകതാ Yahi Fidei Vesker Kesel Matbahak Maria La Kumara Shamin Alam Vadam Mal Alam Amin Amin La Kumara Kulla Modinam Aulad Isho Mishiha Shabhinam നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. Hari Kalho Ushamba Kuleyamma Lalaha Shuhalawa ulavraval ruhad kudsa Kandisha Alava Kandisha Haisana Kandisha Lamayosa
സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധിയിൽ സംവേദനായി വസിക്കുന്ന പരിശുദ്ധനും സുദർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. തുടർന്ന് വരുന്നത് വചന ശുശ്രൂഷയാണ്. നമുക്ക് ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളാം. പൗരോഹിത്യ ദൈവവിളി ദൈവജനത്തിൻ്റെ കരച്ചിലിൻ്റെ പ്രത്യുത്തരമാണ് എന്ന് മൂസയെ ദൈവം വിളിക്കുന്ന രംഗം അവതരിപ്പിച്ചുകൊണ്ട് തിരുസഭാ മാതാവ് നമ്മെ പഠിപ്പിക്കുന്നു. മൂസയെപ്പോലെ വിവിധങ്ങളായ അടിമത്തങ്ങളിൽ നിന്ന് ദൈവമക്കളെ മോചിപ്പിക്കുവാനും ദൈവഹിതപ്രകാരം തന്നെ ഭരമേൽപ്പിക്കുന്ന ദൗത്യങ്ങൾ നിറവേറ്റുവാനുമുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഈ വായന ശ്രവിക്കുന്ന അവസരത്തിൽ മൗനമായി പ്രാർത്ഥിക്കാം. ഡീക്കൻ്റെ കസിൻ സിസ്റ്റർ സാന്ദ്ര ജോൺസൺ ഒന്നാം വായന നടത്തുന്നു. സഹോദരരെ, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ പിതാവെ ആശീർവദിക്കുന്നു. മോശയെ വിളിക്കുന്നു. മോശ തൻ്റെ അമ്മായിയപ്പനും മിദിയാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹൊറേബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി. മുൾപ്പടർപ്പ് കത്തിജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞു ചാമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്നു ഒന്ന് കാണട്ടെ. മുൾപ്പടർപ്പ് എരിഞ്ഞു ചാമ്പലാകുന്നില്ലല്ലോ. അവൻ അത് കാണുന്നതിന് അടുത്തു ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, മോശേ മോശേ. അവൻ വിളി കേട്ടു. ഇതാ ഞാൻ. അവിടുന്ന് അരുളി ചെയ്തു, അടുത്തു വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടുന്ന് തുടർന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. മോശ മുഖം മറച്ചു. ദൈവത്തിൻ്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് കാനാന്യർ, ഹിത്യർ, അമ്മോര്യർ, പെരിസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതാ, ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കിലേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഞാൻ ആരാണ്? മാതാവിൻ്റെ ഉദരത്തിൽ രൂപം ലഭിക്കുന്നതിന് മുൻപേ തന്നെ അറിയുകയും ജനിക്കുന്നതിന് മുൻപേ തന്നെ വിശുദ്ധീകരിക്കുകയും ചെയ്ത ശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തിന്മയെ പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും നന്മയെ പണിതുയർത്താനും നട്ടുവളർത്താനുമായി വൈദികാർത്തി ഭരമേൽക്കാൻ പോകുന്ന പ്രവാചക ദൗത്യം സഫലമാകട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ജെറമിയായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന നമുക്ക് ശ്രവിക്കാം. ഡീക്കൻ്റെ അങ്കിൾ ശ്രീ ജോയ് കോക്കാട്ടിൽ രണ്ടാം വായന നടത്തുന്നു. സഹോദരി, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും ജെറമിയായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങൾ പിതാവേ ആശീർവദിക്കട്ടെ.
ബെഞ്ചമിൻ ദേശത്ത് അനാത്തോത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ ഹിൽക്കിയായുടെ മകൻ ജെറമയായുടെ വാക്കുകൾ. യൂദാ രാജാവായ ആമോൻ്റെ മകൻ യോസിയായുടെ വാഴ്ചയുടെ 13-ാം വർഷം ജെറമയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. യൂദരാജാവായ യോസിയായുടെ മകൻ യഹോയാക്കീമിൻ്റെ കാലത്തും യോസിയ രാജാവിൻ്റെ മകൻ സെദക്കിയായുടെ ഭരണത്തിൻ്റെ 11-ാം വർഷം 5-ാം മാസം ജെറുസലം നിവാസികൾ നാട് കടത്തപ്പെടുന്നതുവരെയും അവന് കർത്താവിൻ്റെ വചനം ലഭിച്ചുകൊണ്ടിരുന്നു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടി ഞാനുണ്ട്. കർത്താവാണ് ഇത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടു വളർത്തുവാനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ദൈവമായ കർത്താവിനെ സ്തുതി. പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ നിത്യപുരോഹിതനീശോ തൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ നിത്യപുരോഹിതനീശോതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ നിത്യപുരോഹിതനീശോതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ നിത്യപുരോഹിതനീശോതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളുടെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ലാഭേച്ഛ കൂടാതെ തീക്ഷ്ണതയോടെ തൻ്റെ പൗരോഹിത്യ ജീവിതം നയിച്ചുകൊണ്ട് ഇടയന്മാരുടെ തലവനായ ഈശോ മിശിഹായിൽ നിന്ന് മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം സ്വീകരിക്കുവാനുള്ള കൃപ നമ്മുടെ പ്രിയപ്പെട്ട സിജോ ശംസാനിക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ 1-ാം ലേഖനത്തിൽ നിന്നുള്ള വായന നമുക്ക് ശ്രമിക്കാം.
ഡീക്കൻ്റെ സഹോദരി സിജ ലേഖനം വായിക്കുന്നു. സഹോദരരെ, വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം പിതാവെ ആശീർവദിച്ചാലും. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഒരു സഹശ്രേഷ്ഠനും ക്രിസ്തുവിൻ്റെ സഹനങ്ങളുടെ ദൃക്സാക്ഷിയും വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിൻ്റെ പങ്കുകാരനും എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ ഇടയിലെ ശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുന്നു. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അജഗണത്തെ പരിപാലിക്കുവിൻ. അത് നിർബന്ധമൂലമായിരിക്കരുത്. ദൈവത്തെ പ്രതി സന്മനസ്സോടുകൂടി ആയിരിക്കണം. ലാഭേച്ഛയോടെ ആയിരിക്കരുത്, തീക്ഷ്ണതയോടെ ആയിരിക്കണം. അജഗണത്തിൻ്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്, സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം. ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. ആടുകൾക്ക് വേണ്ടി സ്വജീവൻ ബലികഴിച്ച നല്ല ഇടയനായ ഈശോ മിശിഹായുടെ മാതൃക സ്വന്തമാക്കിക്കൊണ്ട് സ്വജീവൻ ബലിയായി അർപ്പിക്കാനുള്ള കൃപ സിജോ ശമാസ് ലഭിക്കട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ ഗീതം ആലപിക്കുകയും പരിശുദ്ധ സുവിശേഷം ശ്രവിക്കുകയും ചെയ്യാം. ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിലേക്ക് വാതിൽ കൂടിയല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിൽ കൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും അവയെ പുറത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു. തനിക്കുള്ളവയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. അവൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തത് കൊണ്ട് അവ അവരിൽ നിന്ന് ഓടിപ്പോകും. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ
ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി ചിന്തയില്ലാത്തത് കൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ഞാൻ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റ് ആടുകളും എനിക്കുണ്ട്. അവയെയും ഞാൻ കൂട്ടിക്കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരു ഇടയനുമാകും. വീണ്ടും എടുക്കുന്നതിനു വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സമനസ അർപ്പിക്കുകയാണ്. അത് അർപ്പിക്കുവാനും വീണ്ടും എടുക്കുവാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ശാന്തമായിരുന്നു കൊണ്ട് അഭ്യുന്ന പിതാവിൻ്റെ തിരുവചന സന്ദേശം നമുക്ക് ശ്രവിക്കാം. മിശിഹായിൽ സ്നേഹമുള്ള വികാരിയച്ഛ, മറ്റു വൈദികരെ, സിസ്റ്റേഴ്സ്, ഡീക്കൻ സിജോയുടെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരങ്ങളായി പ്രിയ സുഹൃത്തുക്കളെയും, സുന്ദരമായ ഈ തീർത്ഥാടന ദേവാലയത്തിൽ, മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ എന്ന വിശുദ്ധമായ കർമ്മത്തിൽ പങ്കെടുക്കുവാൻ ഡീക്കൻ സിജോ ആൻ്റണിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനും നമ്മുടെ ആശംസകളും സ്നേഹവും ആത്മാർത്ഥമായ സപ്പോർട്ടും നൽകുവാൻ വേണ്ടിയിട്ടാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക. ഏറെ സന്തോഷത്തോടെ, ഏറെ അഭിമാനത്തോടെ നമുക്ക് ഡീക്കൻ സിജോയെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ആടുകളുടെ മണമുള്ള, ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്ന, ആടുകൾക്ക് വേണ്ടി സ്വയം ജീവൻ സമർപ്പിക്കുവാൻ തയ്യാറാകുന്ന നല്ല വിശുദ്ധിയുള്ള മിഷണറി വൈദികനായി സിജോ ജീവിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി എല്ലാവിധ പ്രോത്സാഹനം സിജോയ്ക്ക് നൽകുകയും ചെയ്യാം. ഒരു വ്യക്തിയെ ഈശോ കൃപ നൽകി വിശുദ്ധീകരിച്ച് പൗരോഹിത്യത്തിലേക്ക് ഉയർത്തുന്നത് തൻ്റെ തന്നെ ശുശ്രൂഷ ഈ ലോകത്തിൽ ഇന്ന് തുടരുവാൻ വേണ്ടിയിട്ടാണ്. അതായത് യേശു തൻ്റെ ജീവിതകാലത്ത് ചെയ്ത സേവന ശുശ്രൂഷ, രക്ഷാകര ശുശ്രൂഷ ഇന്ന് മിഷൻ പ്രദേശമായ സാഗറിലും പ്രാന്തപ്രദേശങ്ങളും ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് സിജോയെ ദൈവം വിളിച്ചിരിക്കുന്നത്. നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ ഈശോയെ പോലെ നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുവാനായിട്ട്, ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കുവാൻ, പാപികളുടെ പാപങ്ങൾ മോചിക്കുവാൻ, കുടുംബങ്ങളെ സന്ദർശിച്ച് അവരെ വിശുദ്ധീകരിക്കുവാൻ, മാമോദീസ ജലം നൽകി, മാമോദീസ നൽകി സഭയിലെ അംഗങ്ങളാക്കുവാൻ വേണ്ടിയിട്ടാണ് സിജോ ഡീക്കൻ ഇന്ന് അഭിഷിക്തനാകുന്നത്. ആ മഹനീയ കർമ്മത്തിന് സാക്ഷികളാകുവാനും ഡീക്കന് വേണ്ടി പ്രാർത്ഥിക്കുവാനും നാം എല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അപ്പോൾ ഡീക്കനെ വിളിച്ചത്, സിജോയെ വിളിച്ചത് ഈശോയുടെ അതേ കർമ്മം തന്നെ ഈ ലോകത്തിൽ തുടരുവാൻ വേണ്ടിയിട്ടാണ്.
ഈശോ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, ഈശോയെ പറ്റിയുള്ള ഏറ്റവും ഇഷ്ടമുള്ള എനിക്ക് ഡെഫിനിഷൻ ഇതാണ്: എ മാൻ ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മനുഷ്യൻ. ഒരു വൈദികൻ വിളിക്കപ്പെടുന്നത് അവന് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഡീക്കൻ സിജോ ഇന്ന് പുരോഹിതനാകുന്നത് തനിക്ക് വേണ്ടിയിട്ടല്ല, തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ദൈവം തന്നെ ഏൽപ്പിക്കുന്ന ദൈവജനത്തിന് വേണ്ടിയിട്ടാണ്. ആ ദൈവജനത്തെ പേര് ചൊല്ലി വിളിച്ച് അവർക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുമ്പോൾ തൻ്റെ പൗരോഹിത്യത്തിൻ്റെ അർത്ഥമുണ്ടാകും, തൻ്റെ ജീവിതത്തിന് ധന്യതയുണ്ടാകും. അങ്ങനെയാണ് ഒരു വൈദികൻ വിശുദ്ധനാകുന്നതും ദൈവത്തിലേക്ക് അടുക്കുന്നതും. വിശുദ്ധി എന്ന് പറയുമ്പോൾ ഇതാണ്, സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്. പിതാവിൻ്റെ ഇഷ്ടത്തിന് വിധേയനായി മാനവരാശിക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച ഈശോയെ പോലെയും തനിക്ക് ഏൽപ്പിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സ്നേഹത്തിൽ സ്വജീവൻ സമർപ്പിക്കുമ്പോൾ അവൻ വിശുദ്ധിയുടെ പടവുകൾ കടക്കും, ജനങ്ങളെ വിശുദ്ധരാക്കും, വിശുദ്ധിയായി ജീവിക്കുവാൻ അവന് സാധിക്കുകയും ചെയ്യും. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ ആദ്യം ഡീക്കൻ്റെ തലമുടി അല്പം മുറിച്ചുകൊണ്ട് നിന്നിലുള്ള പാപഭാരം മുഴുവൻ ദൈവം നീക്കിക്കളയട്ടെ എന്ന് പറഞ്ഞ് വിശുദ്ധീകരിക്കുന്ന ആ കർമ്മത്തോടു കൂടിയാണ്. അതിനിടയിലുള്ള പ്രാർത്ഥനകളിൽ പാപം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ, ശുദ്ധീകരിക്കുന്ന പുരോഹിതരെ പാപക്കറകളിൽ നിന്നെല്ലാം മാറി മലിനമില്ലാതെ ജീവിക്കുവാനായിട്ട് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഡീക്കൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ബെനഡിക്റ്റ് 16 പാപ്പ പറയുന്നുണ്ട്, ഓൺലി സെയിൻസ് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. ഈ ലോകത്തെ നന്മയിലേക്ക് മാറ്റുവാൻ വിശുദ്ധർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഫ്രാൻസിസ് പാപ്പ തൻ്റെ അപ്പസ്തോലിക പ്രബോധനമായ ഗൗദേത്തെ എത് എക്സുൽത്താത്തെ, ഉല്ലസിച്ച് ആഹ്ലാദിക്കുവിൻ എന്ന ആ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഹോളിനെസ് ഈസ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് ഫേസ് ഓഫ് ദ ചർച്ച്. സഭയുടെ ഏറ്റവും തിളക്കമാർന്ന മുഖം അതിൻ്റെ വിശുദ്ധിയാണ്. മനോഹരമായ കത്തീഡ്രലോ 100% റിസൾട്ട് തരുന്ന കോളേജോ സ്കൂളോ അല്ല, മറിച്ച് വിശുദ്ധിയുള്ള ജനങ്ങളാണ് സഭയുടെ ഏറ്റവും തിളക്കമാർന്ന മുഖം. ആ തിളക്കമാർന്ന മുഖത്തിന് കാണിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നതാണ് വൈദികൻ. നാം എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. പക്ഷെ വൈദികൻ നമ്മുടെ ലിറ്റർജിയിൽ, നമ്മുടെ ഞായറാഴ്ചത്തെ പ്രാർത്ഥനയെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും, സവിശേഷ അംഗങ്ങളായി തീരുവാനായിട്ട് വിളിക്കപ്പെട്ടവനാണ് പുരോഹിതൻ. ആ സവിശേഷ അംഗങ്ങളാകുക കൈവെപ്പ് ശുശ്രൂഷ വഴി കൈവെപ്പ് ലഭിക്കുമ്പോൾ, പുരോഹിതനായി തീരുമ്പോൾ. അങ്ങനെ സവിശേഷമായി വിശുദ്ധിയിൽ ജീവിക്കേണ്ടവനാണ് ഓരോ വൈദികനും. ഇന്ന് പ്രത്യേകിച്ച് പട്ടം സ്വീകരിക്കുന്ന ഡീക്കൻ സിജോയും എന്ന് ഓർമ്മിപ്പിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സഭാ പിതാവായ നർസായി പറയുന്നുണ്ട്, ഒരു പുരോഹിതൻ തിരുസഭയുടെ നാവും കൈകളുമാണ് എന്ന്. തിരുസഭയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും, ദൈവജനത്തിന് വേണ്ടി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുവാനും, അധരങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദൈവജനത്തിൻ്റെ വക്താക്കളായി ദൈവജനത്തിന് വേണ്ടി സ്വരമുയർത്താനും വേണ്ടി വിളിക്കപ്പെട്ടവനാണ് വൈദികൻ. അതുകൊണ്ടാണ് നർസായി പറയുക, ദൈവജനത്തിൻ്റെ നാവും കൈകളുമാണ് ഒരു പുരോഹിതനെന്ന്. അതുപോലെ തന്നെ തനിക്ക് കൊടുത്തിട്ടുള്ള ജോലികൾ, ശുശ്രൂഷകൾ ആത്മാർത്ഥമായി ജോലി ചെയ്യുവാനും, കൈകൾ കൊണ്ട് അധ്വാനിക്കുവാനും, കാസായും പീലാസായും പിടിക്കുക മാത്രമല്ല, ആരാധന നടത്തുക മാത്രമല്ല, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ കൂടെ രാവും പകലും നടന്ന്
അവർക്ക് വേണ്ട ശുശ്രൂഷ ചെയ്യുവാനും കൂടിയാണ് ഓരോ വൈദികനും, പ്രത്യേകിച്ച് മിഷണറി വൈദികനും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഓർമ്മിക്കാം. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന, ജനങ്ങളെ സേവിക്കുന്ന, ആ സേവനത്തിലൂടെ സ്വയം വ്യയം ചെയ്തുകൊണ്ട് ജീവിച്ച് വിശുദ്ധിയുടെ പടവുകൾ കടക്കുന്ന, ഉയരുന്ന നല്ല വൈദികനായി നമ്മുടെ ഡീക്കൻ സിജോ ഉയരട്ടെ, ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷയിൽ പ്രത്യേകം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സിജോയെ ദൈവം തിരഞ്ഞെടുത്തത് സിജോയുടെ കഴിവുകൾ നോക്കിയിട്ടല്ല, കുടുംബമഹിമ നോക്കിയിട്ടല്ല, അവരുടെ പാരമ്പര്യം നോക്കിയിട്ടൊന്നുമല്ല. അയോഗ്യരെ ആണ് ദൈവം വിളിക്കുക. അയോഗ്യരെ വിളിച്ച് അവരെ യോഗ്യത ആക്കുകയാണ് ദൈവം. വിശുദ്ധീകരിച്ച് കൃപ നൽകി ശക്തീകരിച്ച് അവരെ യോഗ്യരാക്കുകയാണ്. നാം എല്ലാം അയോഗ്യരാണ്. അയോഗ്യരെയാണ് ദൈവം വിളിക്കുക. നമ്മൾ സുവിശേഷത്തിൽ നോക്കിയാണ്, സഭയുടെ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ അത് മനസ്സിലാകും. അപ്പസ്തോലന്മാരെല്ലാവരും മനുഷ്യരുടെ ദൃഷ്ടിയിൽ അയോഗ്യരായിരുന്നു, വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു, മീൻപിടുത്തക്കാരായിരുന്നു, മുക്കുവരായിരുന്നു, പാപികളായിരുന്നു, ചുങ്കക്കാരായിരുന്നു. പക്ഷേ അവരെ ദൈവം ഈശോ വിളിച്ച് വിശുദ്ധീകരിച്ച് അവർക്ക് ശക്തി നൽകിയപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ അരൂപി അവർക്ക് ലഭിച്ചപ്പോൾ, അവർ യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായ ധീര മിഷണറിമാരായി, ധീര ശിഷ്യന്മാരായി ലോകത്തിൽ പ്രശോഭിച്ചു. ദൈവത്തിനു വേണ്ടിയും ദൈവരാജ്യത്തിനു വേണ്ടിയും അവർ ജീവിച്ചു മരിച്ചു. അയോഗ്യരെ ആണ് ദൈവം വിളിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ, എൻ്റെ മഹിമ കൊണ്ടല്ല, എൻ്റെ കഴിവ് കൊണ്ടല്ല, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് സമർപ്പിച്ച് തൻ്റെ മിഷണറി ജീവിതം നയിക്കുവാനായിട്ട് നവവൈദികന് കഴിയും. ഈ അവസരത്തിൽ നമ്മുടെ ഫ്രാൻസിസ് പാപ്പായുടെ ആപ്തവാക്യം ഓർമ്മിക്കുകയാണ്. മിസരാന്തോ ആദ് ക്വേ എലിഗേന്തോ എന്ന് പറഞ്ഞാൽ, ബൈ ഷോയിങ് മേഴ്സി ഹി സെലക്റ്റഡ് മീ. കരുണ കാണിച്ചുകൊണ്ട് അവൻ എന്നെ ഉയർത്തി, എന്നെ നിയമിച്ചു. മത്തായിയെ വിളിക്കുന്ന രംഗത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിൽ വരുന്ന ഒരു വാചകമാണത്. വെനറബിൾ ബീഡ് എന്ന സഭാപിതാവിൻ്റെ കമൻട്രിയിൽ അദ്ദേഹം പറയുന്ന സെൻറ്റൻസാണ്, ഈശോ അവനെ കരുണ കണ്ട് അവനെ ഉയർത്തി. കരുണയുണ്ട്. ദൈവത്തിൻ്റെ കരുണയാണ്, എൻ്റെ മിടുക്കല്ല. ഇറ്റ്സ് നോട്ട് മൈ മെറിറ്റ്. അപ്പം ബലഹീനരായവരെ ദൈവം വിളിച്ച് ഉയർത്തുന്നു, കൃപ നൽകി വിശുദ്ധീകരിച്ച് നയിക്കുന്നു. ആ സത്യം നമുക്ക് ഈ പുരോഹിത തിരുപ്പെട്ട ശുശ്രൂഷ അവസരത്തിൽ ഓർക്കാം. പ്രത്യേകിച്ച് ഡീക്കൻ സിജോയുടെ ഓർമ്മയിൽ അത് ഇരിക്കട്ടെ എന്ന് ആശിക്കുകയാണ്. ഇങ്ങനെ കൃപ നൽകി വിശുദ്ധീകരിച്ച് പുരോഹിതനായി അഭിഷേകം ചെയ്യുന്നവൻ, പുരോഹിതൻ എന്ന് പറയുന്നവൻ മുമ്പിൽ നിൽക്കുന്നവന്, പുരോഭാഗത്ത് നിൽക്കുന്നവനാണ്. മറ്റുള്ളവരെ നയിക്കുവാൻ വേണ്ടിയിട്ട് മുൻപിൽ നിൽക്കുന്നവന്, വഴിയറിഞ്ഞ ആടുകളെ നയിക്കേണ്ടവനാണ്, മറ്റുള്ളവർക്ക് മാതൃക നൽകി ജീവിക്കേണ്ടവനാണ്. പ്രാർത്ഥനയിൽ, പരിത്യാഗ പ്രവൃത്തിയിൽ, മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്ന മേഖലകളിലെല്ലാം അവരെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻപിൽ നിൽക്കുന്ന വ്യക്തിയാണ് പുരോഹിതൻ. അതുപോലെ നമ്മൾ പുരോഹിതരെ വൈദികൻ എന്ന് വിളിക്കും. വൈദികൻ എന്ന് പറയുമ്പോൾ വേദമറിയുന്നവൻ, ദൈവവചനം അറിയുന്നവൻ, ദൈവവചനം പഠിച്ച് അതിന് കൂടുതൽ അതിൽ ആഴപ്പെട്ട് അതിൻ്റെ അർത്ഥതലങ്ങളെല്ലാം മനസ്സിലാക്കി അത് ദൈവജനത്തിന് പങ്കുവയ്ക്കുന്നവനാണ് വൈദികൻ. പുരോഹിതൻ്റെ അധരത്തിൽ ദൈവവചനം ഉണ്ടാകട്ടെ, ജ്ഞാനമുണ്ടാകട്ടെ, അത് അവരെ തേടി വരുന്നവർക്ക് പങ്കിടട്ടെ എന്ന് നാം പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് മാതൃകയായി വചനമറിഞ്ഞ് വേദമറിഞ്ഞ് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് ലോകത്തിൻ്റെ ദീപമായി
ഭൂമിയുടെ ഉപ്പായി മാറുന്ന നല്ല വൈദികനായി ഡീക്കൻ സിജോ മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. ഇന്നത്തെയും തിരുക്കർമ്മങ്ങളുടെ ആദ്യ ഭാഗത്തിലുള്ള ഇൻട്രഡക്ഷനിൽ വികാരിയച്ഛൻ പറഞ്ഞു, ഈ ഇടവകയിൽ നിന്ന് 16 വൈദികരുണ്ടായിട്ടുണ്ട്, അതിൽ ഭൂരിഭാഗവും മിഷണറി വൈദികരാണ് എന്ന്. അത് കേട്ടപ്പോൾ ഏറെ സന്തോഷം തോന്നി. ജോ ബ്രദറും ഡീക്കനും ഇപ്പം സാഗർ രൂപതയിലെ മിഷണറി വൈദികനായിട്ടാണ് അഭിഷിക്തനാകുന്നത്. നിങ്ങളുടെ ഈ ഇടവകയുടെ ഈ പ്രദേശത്തിൻ്റെ മിഷൻ ചൈതന്യമാണ് അത് കാണിക്കുക. സാഗർ രൂപത ഇന്ത്യയുടെ മധ്യഭാഗത്തുള്ള മധ്യപ്രദേശിലുള്ള ഒരു വിസ്തീർണത്തിൽ വലിയ രൂപതയാണ്. 5 ഡിസ്ട്രിക്റ്റുകളിൽ പരന്നു കിടക്കുന്ന കേരളത്തെക്കാൾ കൂടുതൽ വിസ്തീർണമുള്ള ഒരു മിഷൻ പ്രദേശമാണ്. ഇവിടെയുള്ള സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത സ്ഥലം. അവിടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുക പ്രസംഗം കൊണ്ട് മാത്രമല്ല, തൻ്റെ ജീവിതം കൊണ്ടും യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചുകൊണ്ട് മിഷണറിയായി ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് സിജോ അഭിഷിക്തനാകുന്നത്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ മിഷണറി വൈദികനെ സഭയ്ക്ക് നൽകിയതിന്. ഒരു ഇടവകയുടെ പ്രതിനിധിയായിട്ടാണ് ഈ വൈദികൻ ഇവിടെ നിന്ന് വരിക. നിങ്ങളുടെ ഒരു മകനാണ്. ചാതയിലെ കുടുംബത്തിൽ പിറന്നു, ഈ ഇടവകയിൽ ജീവിച്ച്, ഇവിടെ കാറ്റഗിസം പഠിച്ച്, ഇവിടെ അടുത്ത സ്കൂളിൽ പഠിച്ച് വളർന്ന നിങ്ങളുടെ പുത്രനാണ്. അപ്പോൾ ഈ പുത്രനെ സാഗർ മിഷന് തന്നതിൽ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഇനിയും സിജോയ്ക്ക് വേണ്ടി നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കണം. നല്ല മിഷണറിയായി അവിടെ ജീവിക്കുവാനായിട്ട്. അതുപോലെ നിങ്ങളും മിഷനെ സഹായിക്കണം. സിജോയുടെ പ്രവർത്തനങ്ങളിൽ കൂടെ സഹകരിക്കണം. നിങ്ങളെ എല്ലാവരെയും സാഗറിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മിഷണറിമാരുടെ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ കൂടുതൽ തീഷ്ണതയുള്ള മിഷണറിമാരായി മാറും. അപ്പോൾ നമുക്ക് സഭ സ്വതവേ മിഷണറിയാണ് എന്നറിയാം. നാം എല്ലാം മിഷണറിമാരാണ്. നമ്മളുടെ മിഷണറി ചൈതന്യം കുറേ കൂടെ കത്തിച്ചൊലിപ്പിക്കുവാൻ ഇന്നത്തെ ഈ തിരുക്കർമ്മം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ സിജോയുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളിലേക്ക് അഭിനന്ദിക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. അതുപോലെ സിജോയെ വിശ്വാസത്തിൽ വളർത്തിയ സിസ്റ്റേഴ്സ്, കാറ്റഗിസം ടീച്ചേഴ്സ്, 12 കൊല്ലത്തെ പരിശീലന കാലത്ത് വിവിധ സെമിനാരികളിൽ സിജോയെ രൂപപ്പെടുത്തിയ വൈദികരെയും രൂപത വൈദികരെയും എല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അവർക്കൊക്കെ വേണ്ടി നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജെറമ്യായുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള ഇടയന്മാരെ ഞാൻ ദൈവജനത്തിന് നൽകും, ജ്ഞാനവും വിവേകവും കൊണ്ട് അവർ അവരെ മേയിക്കുമെന്ന്. അങ്ങനെ ദൈവത്തിന് ഇഷ്ടമുള്ള, ജ്ഞാനമുള്ള, വിവേകമുള്ള നല്ല മിഷണറി വൈദികനായി സിജോ സാഗർ രൂപതയിൽ സേവനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും എല്ലാം സിജോയ്ക്ക് കൊടുക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വരുന്നത് കാറോസിസ പ്രാർത്ഥനകളാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ആത്മാർത്ഥമായി നമ്മുടെ പ്രിയപ്പെട്ട സിജോ ശമാസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, ഈ സഹോദരൻ്റെ മേൽ കൃപയുണ്ടാകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ.
ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെ ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപൊലീത്തായുടെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപൊലീത്തായുടെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ പോളി മെത്രാന്റെയും സാഗര രൂപതയുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജെയിംസ് മെത്രാന്റെയും അവരുടെ സഹശുശ്രൂഷികളുടെയും ക്ഷേമത്തിന് വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ വൈദികാർത്തിക്ക് വേണ്ടി കർത്താവേ ഈ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്വയം ത്യജിച്ച് കുരിശുമെടുത്ത് അനുദിനം അങ്ങേ അനുഗമിക്കുവാനും എല്ലാറ്റിനും ഉപരിയായി അങ്ങേ തീവ്രമായി സ്നേഹിക്കുവാനും ബ്രഹ്മചര്യം വഴി സമ്പൂർണമായി അങ്ങേക്ക് ആത്മാർപ്പണം ചെയ്യുവാനും ദരിദ്രനായി തീർന്ന അങ്ങേ അനുകരിച്ച് ലളിത ജീവിതം നയിക്കുവാനും മാർപ്പാപ്പയ്ക്കും മെത്രാന്മാർക്കും വിധേയനായി സഭാസേവനം അനുഷ്ഠിക്കുവാനും ലോകത്തിലെങ്ങും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും അങ്ങയുടെ ശിഷ്യന്മാരുടെ അടയാളമായ സാഹോദര്യം പുലർത്തുവാനും ശാന്തനും വിനീത ഹൃദയനുമായ അങ്ങയിൽ നിന്ന് പഠിക്കുവാനും നല്ല ഇടയനായ അങ്ങേ പോലെ അജഗണത്തിനു വേണ്ടി ആത്മാർപ്പണം ചെയ്യുവാനും അങ്ങയുടെ ജീവൻ സമൃദ്ധമായ എല്ലാവർക്കും പകർന്നു കൊടുക്കുവാനും ക്രൂശിതനായ അങ്ങയെ പ്രസംഗിക്കുന്നതിൽ അഭിമാനം കൊള്ളുവാനും ലോകം മുഴുവനിലും അങ്ങയുടെ സുവിശേഷ ദീപ്തി പരത്തുവാനും എല്ലാവരെയും അങ്ങേക്കായി നേടുവാൻ വേണ്ടി എല്ലാവർക്കും എല്ലാമായി തീരുവാനും ലോകത്തിലല്ലെങ്കിലും ലോകത്തിൻ്റെതാകാതെ ജീവിതം നയിക്കുവാനും കാണാതെ പോയ ആടുകളെ തേടിപ്പിടിക്കുവാനും അങ്ങയുടെ അജഗണത്തിൽ ഉൾപ്പെടാത്തവയെയും നല്ല ഇടയനായ അങ്ങയുടെ പക്കലേക്ക് ആനയിക്കുവാനും ക്ലേശിതർക്കും ദുഃഖിതർക്കും നല്ല സമരിയാകാരനായിരിക്കുവാനും അവശതയും അനീതിയും അനുഭവിക്കുന്നവരെ ഉദ്ധരിക്കുവാനും അങ്ങയുടെ നാമത്തെ പ്രതി സഹിക്കേണ്ടി വരുമ്പോൾ അതിൽ ആനന്ദം കൊള്ളുവാനും ലോകത്തിൽ അങ്ങേക്കുള്ളവരെ അവസാനം വരെ സ്നേഹിക്കുവാനും നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ സഹോദരന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. അങ്ങ് ഈ ദാസന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളെ പ്രകാശവുമായിരിക്കണമേ. സഭാ ശുശ്രൂഷയിൽ ആനന്ദം കണ്ടെത്തുവാനും അങ്ങയോടുള്ള വിശ്വസ്തതയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാനും ഇയാൾക്ക് കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കൈവയ്പ് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപുള്ള പ്രാർത്ഥനാപൂർവമായ ആത്മീയ ഒരുക്കങ്ങളാണ് തുടർന്ന് വരുന്നത്. നമുക്കിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷകളിൽ പങ്കുകൊള്ളാം. പൗരോഹിത്യമാകുന്ന ദിവ്യദാനത്തെ തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ യജമാനനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ
കരുണയ്ക്കായി യാചിച്ചുകൊണ്ട് നിൽക്കുന്ന സിജോസ് മാസിൻ്റെ ഹൃദയത്തിലെ പ്രാർത്ഥനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് ഗായക സംഘത്തോടൊപ്പം 122 സങ്കീർത്തനം നമുക്ക് ചൊല്ലുകയും കർത്താവേ നിൻ്റെ ശുശ്രൂഷകനിൽ നിൻ്റെ കൃപ ചൊരിയണമേ എന്ന പ്രാർത്ഥനാ ഗാനം ആലപിക്കുകയും ചെയ്യാം. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ശുശ്രൂഷകരിൽ നിൻ കൃപയെന്നും ചൊരിയണമേ. കർത്താവേ, നിൻ ശുശ്രൂഷകരിൽ നിൻ കൃപയെന്നും ചൊരിയണമേ. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്ക് എന്ന പോലെയും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ നേർക്കെന്ന പോലെയും. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവരെ ഞങ്ങളുടെ ദൃഷ്ടികൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങൾ അപമാനം സഹിച്ചും എടുത്തു. ആക്ഷേപകരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും കൊണ്ട് ഞങ്ങളുടെ ആത്മാവ് തളർന്നു. കർത്താവേ, നിൻ ശുശ്രൂഷകരിൽ നിൻ കൃപയെന്നും ചൊരിയണമേ. കർത്താവേ, നിൻ ശുശ്രൂഷകരിൽ നിൻ കൃപയെന്നും ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. കർത്താവേ, നിൻ ശുശ്രൂഷകരിൽ നിൻ കൃപയെന്നും ചൊരിയണമേ. കർത്താവേ, നിൻ ശുശ്രൂഷകരിൽ നിൻ കൃപയെന്നും ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, നിർമ്മലരായ ആത്മാക്കളെ നിഗൂഢമായി പ്രകാശിപ്പിക്കുകയും സജ്ജീകൃതമായ ദീപങ്ങളിൽ ശുദ്ധിയുടെ പ്രകാശരശ്മികൾ പരസ്യമായി ഉജ്ജ്വലിപ്പിക്കുകയും സകലരുടെയും നന്മയ്ക്കായി അനവരതം കതിരുകൾ ചിന്തുകയും ചെയ്യുന്ന പൗരോഹിത്യത്തിൻ്റെ സ്തുത്യർഹമായ പ്രഭയാൽ അങ്ങയുടെ മുമ്പാകെ വിനയപൂർവം പ്രണമിക്കുന്ന അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കണമേ. സന്നദ്ധതയോടെ അങ്ങയുടെ ദാനം സ്വീകരിക്കുവാനും തിളങ്ങുന്ന മാണിക്യം പോലെ അങ്ങയുടെ പ്രകാശത്തെയും വിസ്മയനീയമാം വിധം സ്വീകരിക്കുവാനും അധികാരപൂർവം അത് മറ്റുള്ളവരുടെ മേൽ ചൊരിയുവാനും അങ്ങയുടെ കൃപയാൽ ഇയാളെ യോഗ്യനാക്കണമേ. പൗരോഹിത്യധർമ്മം ശ്രദ്ധാപൂർവം നിർവഹിക്കുവാനും ദിവ്യരഹസ്യങ്ങൾ നിർമ്മലമായി പരികർമ്മം ചെയ്യുവാനും ഇയാൾക്ക് വരം നൽകണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഇവിടെ കൂടിയിരിക്കുന്ന ദൈവജനം മുഴുവനും ഡീക്കൻ സിജോയുടെ മേൽ പരിശുദ്ധാത്മാവിനെ ആവസിപ്പിച്ച് പൗരോഹിത്യത്തിൻ്റെ പദവിയും ആ പദവിക്കടുത്ത് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാനുള്ള കൃപയും നൽകുന്നതിന് തീക്ഷ്ണമായി ഗായക സംഘത്തോടൊപ്പം പാടി പ്രാർത്ഥിക്കുന്ന അതിമനോഹരമായ നിമിഷങ്ങളാണ് തുടർന്ന് വരുവാനായിട്ട് പോകുന്നത്. നമുക്ക് ഭക്തി ആദരവോടെ ഈ ഗാന ശുശ്രൂഷയിൽ പങ്കുകൊള്ളാം. പട്ടം സ്വീകരിക്കുന്ന സിജോസ് മാസൻ ഈ സമയം മുട്ടുകുത്തി തലകുനിച്ച് കൈകൾ കണ്ണുകൾക്ക് മുകളിൽ യാചനാരൂപത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
ശ്വാസക പരിശുദ്ധാത്മാ ആരാധകരിലിറങ്ങട്ടെ ആരാധകരിലിറങ്ങട്ടെ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. പൗരോഹിത്യത്തിൻ പദവി ദാസൻ നീകണമേ. ദാസൻ നീകണമേ. തിരുസഭയെ നയിച്ചിടുവാൻ നിൻ സുവിശേഷം നൽകിടുവാൻ ദുഃഖിതരെ പരിരക്ഷിപ്പാൻ വരവിന്നരുളുക ദാസനായി. വരവിന്നരുളുക ദാസനായി. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. പൗരോഹിത്യത്തിൻ പദവി ദാസൻ നീകണമേ. ദാസൻ നീകണമേ. നിന്നോടെ ബലിയർപ്പിക്കാനും സ്നേഹത്തിൻ ബലിയാകാനും ജനതലിനമ്മയിലേറാനും വരമിന്നരുളുക ദാസനായി. വരമിന്നരുളുക ദാസനായി. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. പൗരോഹിത്യത്തിൻ പദവി ദാസൻ നീകണമേ. ദാസൻ നീകണമേ. മെത്രാനെടുത്ത അധികാര ചിഹ്നങ്ങൾ ധരിച്ച് അഭിമന്യ പിതാവ് ഇപ്പോൾ മദ്ബഹായുടെ മുൻപിൽ മുട്ടുകുത്തുന്നു. അംശപടി ആർച്ച് ഡീക്കിനെ ഏൽപ്പിച്ച് തൻ്റെ കരങ്ങൾ യാചനാരൂപത്തിൽ സ്വർഗത്തിലേക്ക് ഉയർത്തി ബലഹീനനായ തന്നെ ഈ മഹനീയ കർമ്മം നിർവഹിക്കുവാൻ ശക്തനാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് തലകുനിച്ച് ആചാരം ചെയ്ത് എഴുന്നേൽക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
കുറവുകളെ സദാ പരിഹരിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ പിതാവായ ദൈവത്തിൻ്റെ സംപ്രീതിയോടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും കൂടെ എപ്പോഴും നമ്മോടൊത്തുണ്ടായിരിക്കട്ടെ. ഭയഭക്തിജനകവും ഉന്നതവുമായ ഈ ശുശ്രൂഷ ബലഹീനനായ എൻ്റെ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി അവിടുന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. സിജോ ചാദേലി സംസ്ഥാനയെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് പ്രധാന കാർമ്മികനായ മാർ ജെയിംസ് സത്തിക്കളം മെത്രാൻ കൈവയ്പ് പ്രാർത്ഥനയിലൂടെ ഉയർത്തുന്ന അതിപ്രധാന നിമിഷങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 2 കൈവയ്പ് പ്രാർത്ഥനകളുള്ളത്. പൗരോഹിത്യ ശുശ്രൂഷയുടെ വിവിധങ്ങളായ ഉത്തരവാദിത്വങ്ങൾ ശ്രദ്ധയോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ നിർവഹിക്കുവാനുള്ള കൃപകൾ ലഭിക്കുന്നതിന് തൻ്റെ വലതുകരം ശംസാനയുടെ ശിരസിൽ വെച്ചുകൊണ്ട് അഭിമന്യ പിതാവ് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സിജോ ശംസാനയുടെ മേൽ ആവസിച്ച് അദ്ദേഹത്തെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തണമേ എന്ന് നമുക്ക് ഭക്ത്യാദരപൂർവ്വം എഴുന്നേറ്റ് നിന്നുകൊണ്ട് മൗനമായി പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ രാജാവേ, അവർണ്ണനീയമായ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ വിശുദ്ധ സഭയിൽ ദൈവിക ദാനങ്ങളുടെ മധ്യസ്ഥനായി അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു. ഇത് അങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ. കർത്താവേ, പൗരോഹിത്യ ശുശ്രൂഷയുടെ കൈവപ്പ് വഴി ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശ്ലൈഹിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിന് ഈ ദാസനെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഇയാളുടെ മേലിറങ്ങി വന്ന് അങ്ങയുടെ ഏകജാതന്റെ കരുണയാലും അനുഗ്രഹത്താലും ഇയാൾക്ക് ഏൽപ്പിക്കപ്പെടുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഇയാളെ പരിപൂർണനാക്കട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അത്യുന്നതനേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയിൽ പുരോഹിതനായി പട്ടം നൽകുവാൻ നിയുക്തനായിരിക്കുന്ന ഡീക്കൻ ആന്റണി സിജോയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അവയിലുള്ള സകലത്തിൻ്റെയും സ്രഷ്ടാവേ, അങ്ങ് തിരുസഭയെ തിരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ തികവനും ശുശ്രൂഷയുടെ നിർവഹണത്തിനും സഭാഗാത്രത്തിൻ്റെ നിർമ്മിതിക്കുമായി അതിൽ പ്രവാചകന്മാരെയും ശ്ലീഹന്മാരെയും പ്രബോധകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തുവല്ലോ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, സർവലോക രാജാവേ, അങ്ങയുടെ ഈ ദാസനെ തൃക്കൺ പാർക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നതിന് വേണ്ടി ഇയാൾക്ക് സത്യത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നതിന് വേണ്ട വരം ഇയാൾക്ക് നൽകണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, രോഗികളുടെ മേൽ കൈകൾ വെച്ച് അവരെ സുഖപ്പെടുത്തുന്നതിനും തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും കൃതജ്ഞതാബലികളും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസ്സാക്ഷിയോടും കൂടി അങ്ങയുടെ വിശുദ്ധ മദ്ബായിൽ ശുശ്രൂഷിക്കുന്നതിനും കർത്താവായ അങ്ങയുടെ പുത്രസ്വീകാര്യത്തിൻ്റെ ഭാഗഭാഗിത്വത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിഗൂഢമായ ജനനത്തിനു വേണ്ടി പാപമോചകമായ മാമോദീസ തൊട്ടി
അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ശക്തിയാൽ ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിവാഹം ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിൻ്റെ സ്തുതിക്കായി വിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പ്രവർത്തികൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങയുടെ തിരുമുമ്പിൽ ഇയാൾ ചെയ്യുന്ന നിർമ്മല ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരുവാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്നവദനായിരിക്കുന്നതിനും അങ്ങയുടെ ഏകജാതൻ്റെ കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിൻ്റെ ഭയഭക്തിജനകമായ സിംഹാസനത്തിനു മുമ്പാകെ പ്രത്യാശാപൂർവം നിൽക്കുന്നതിനും വേണ്ടി ഇയാളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈ നിമിഷം വരെ തിരുസഭയിലെ ശംശാനയായിരുന്ന സിജോ ചാദേലി ഇപ്പോൾ മുതൽ സഭയിലെ വൈദികനായി ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. സന്തോഷത്തിൻ്റെയും കൃതജ്ഞതയുടെയും ഈ അനന്യ നിമിഷങ്ങളിൽ സ്വസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് തുടർന്നുള്ള തിരുക്കർമ്മങ്ങളിൽ നമുക്ക് പങ്കുകൊള്ളാം. ഭൂമിയിൽ തൻ്റെ ജീവിതകാലം മുഴുവനും നൈർമല്യത്തോടും തീക്ഷ്ണതയോടും വിശുദ്ധിയോടും കൂടെ ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള കൃപ ആശംസിച്ചുകൊണ്ട് അഭിമന്യ പിതാവ് ഇപ്പോൾ നവവൈദികനെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് അടുത്ത തിരുവസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു. ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നൈർമല്യത്തോടും തീഷ്ണതയോടും വിശുദ്ധിയോടും കൂടി തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. ആമേൻ. നീതിയെ വസ്ത്രമായി ധരിച്ചിരിക്കുന്ന നവവൈദികൻ താൻ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും പാലിക്കേണ്ടതുമായ സുവിശേഷ ഗ്രന്ഥം നവവൈദികൻ അഭിമന്യ പിതാവ് ഇപ്പോൾ ഭരമേൽപ്പിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. ജീവിത സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമായിരിക്കട്ടെ. ആമേൻ. തുടർന്ന് വരുന്ന തിരുക്കർമ്മത്തിലൂടെ നവവൈദികനെ അഭിമന്യ പിതാവ് തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിൽ കുരിശടയാളം വരച്ചുകൊണ്ട് വേർതിരിക്കുകയും വിശുദ്ധീകരിക്കുകയും പവിത്രീകരിക്കുകയും പരിപൂർണനാക്കുകയും ചെയ്യുന്നു. തുടർന്ന് ശിരസിൽ ചുംബിച്ചുകൊണ്ട് സമാധാന ആശംസകൾ നേർന്ന് പൗരോഹിത്യ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നു. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി സിജോ ആന്റണി ചാത്തേലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. തുടർന്ന് വരുന്ന കാനോനയുടെ സമയത്ത് ദൈവജനം പൗരോഹിത്യ ശുശ്രൂഷയുടെ കൃപയാകുന്ന ആത്മീയ നാണയങ്ങൾ കൈക്കൊണ്ട നവവൈദികൻ തുടർന്ന് സഞ്ചരിക്കുവാൻ പോകുന്ന പാതയിൽ തുണയായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. ചിന്തുക നിന്ദാ
വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തന്റെ ഭക്തന്മാരുടെ ആവശ്യം അവിടുന്ന് സാധിച്ചു കൊടുക്കും. അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും. തന്നെ സ്നേഹിക്കുന്നവരെയെല്ലാം കർത്താവ് പരിപാലിക്കും, ദുഷ്ടരെയെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. എന്റെ അധരങ്ങൾ കർത്താവിനെ സ്തുതിക്കും. ജീവജാലങ്ങൾ എന്നെന്നും അവിടുത്തെ തിരുനാമം പ്രകീർത്തിക്കും. ദാസർക്കാത്മിക നാണയമാ നൽകിയ മിശിഹായേ, നിൻതുണ ചിന്തുക നിന്ദാനം കൈക്കൊണ്ടവനാം ദാസനെ നീ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. രക്ഷകനാം മിശിഹായേ, ഞങ്ങൾ ചരിക്കും മാർഗങ്ങൾ നീ താൻ ശോഭനമാക്കുന്നു. ശക്തിയിലും നിൻ ബുദ്ധിയിലും നീ താൻ കനിവോടു ഞങ്ങളുടെ നിനക്ക് കനിവോടു ഞങ്ങളുടെ ദിനകൃത്യങ്ങൾ നിയന്ത്രിപ്പൂ. ആരാധകനാം ദാസനെ നീ പാരം ബലവാനാക്കണമേ. ആരാധകനാം ദാസനെ നീ പാരം ബലവാനാക്കണമേ. ഈ കാനാനോയുടെ മധ്യേ നവവൈദികനെ ആർച്ച് ഡീക്കൻ അൾത്താരയിലേക്ക് ആനയിക്കുകയും നവവൈദികൻ താൻ തുടർന്നുള്ള ജീവിതകാലം മുഴുവനും ആത്മീയ ശുശ്രൂഷ നിർവഹിക്കേണ്ട അൾത്താര യഥാവിധി ചുംബിച്ച് വണങ്ങുകയും ചെയ്യുന്നു. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. കൈവയ്പ് ശുശ്രൂഷയിലൂടെ തന്നെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിയ അഭിവന്യ പിതാവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി കരം ചുംബിച്ച് നവവൈദികൻ കൃതജ്ഞതയർപ്പിക്കുന്നു. അഭിവന്യ പിതാവ് നവവൈദികന്റെ കരങ്ങൾ ചുംബിച്ച് ആശംസകൾ അർപ്പിക്കുന്നു. തൻ്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ, നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. ഇപ്പോൾ മദ്ബഹയിലുള്ള വൈദികർ മാത്രം നവവൈദികന് കരങ്ങൾ കൂപ്പി സമാധാനം ആശംസിച്ച് വൈദിക കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും സ്വർഗവാസികളുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടും പൗരോഹിത്യ കൃപ പ്രദാനം ചെയ്ത ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും നടത്തുന്ന പ്രാർത്ഥനകളാണ് തുടർന്ന് വരുന്നത്. പ്രാർത്ഥനകളുടെ ഒടുവിൽ അഭിമന്യ പിതാവ് നവവൈദികനടക്കം തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സമാപന ആശീർവാദം നൽകുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗവാസികളിൽ നിന്ന് സ്തുതിയും ഭൂവാസികളിൽ നിന്ന് പുകഴ്ചയും, ആകാശത്തിലും ഭൂമിയിലും അങ്ങ് സൃഷ്ടിച്ച എല്ലാവരിൽ നിന്ന് ആരാധനയും മഹത്വവും അങ്ങേക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ ആയുസ്സിന് കാരണഭൂതനും ഞങ്ങളുടെ വംശത്തെ സമ്പന്നനാക്കുന്നവനും അങ്ങാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ അങ്ങേ ഞങ്ങളുടെ മനസ്സാക്ഷിയെ പൗത്രീകരിക്കുകയും ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, സകല വിശുദ്ധരുടെ അപേക്ഷകളാൽ സകല നന്മകളും കൃപയും നിറഞ്ഞ അങ്ങയുടെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് അങ്ങയുടെ അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിൻ്റെയും സഹായവും ആരാധ്യമായ തൃത്വത്തിൻ്റെ നിഗൂഢതയും സുദീർഘമായ ശക്തിയും അങ്ങയുടെ ബലഹീനരായ ആരാധകരുടെ മേൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, വിജയശ്രീലാളിതമായ പുരുഷന്റെ ശക്തിയും ദിവ്യസഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകയും അനുഗ്രഹീത മാതാവും കൃപാവരപൂർണ്ണയും ഭാഗ്യവതിയുമായ മറിയത്തിന്റെ പ്രാർത്ഥനയും നീതിമാനായ മറവസെ പിതാവിൻ്റെയും സ്നാഭിഹോഗന്നാൻ്റെയും അപേക്ഷയും എപ്പോഴും ഞങ്ങൾക്ക് സഹായമായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. ശ്ലീഹന്മാരുടെയും സുവിശേഷകന്മാരുടെയും പ്രാർത്ഥനകളും സൃഷ്ടിയിൽ സമാധാനം വിതയ്ക്കുന്നവരുടെയും നീതിയുടെയും വിശുദ്ധിയുടെയും പ്രഘോഷകരായ വിശ്വദയോദ്ധാക്കളുടെയും യാചനകളും നിരന്തരം നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. ഭാരതത്തിന്റെ അപ്പസ്തോലനും ഞങ്ങളുടെ പിതാവുമായ മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ തീഷ്ണതയും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. പ്രഥമ വേദസാക്ഷിയായ മാരിസ്തഫാനോസിന്റെയും പൗരസ്ത്യ ഗുരുക്കന്മാരായ മാരഥായുടെയും മാർമാറിയുടെയും മാർ യാക്കോബിന്റെയും മാർ ഗീവർഗീസിന്റെയും മാർ കുര്യാക്കോസിന്റെയും മാർ സെബസ്ത്യാനോസിന്റെയും മറ്റ് വേദസാക്ഷികളുടെയും മാർ അപ്രേമിന്റെയും മറ്റ് മൽപ്പാന്മാരുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകമായി വിശുദ്ധ അൽഫോൻസാമ്മയുടെയും വിശുദ്ധ ചാവറിയച്ചന്റെയും വിശുദ്ധ എഫ്രാസ്യാമയുടെയും വിശുദ്ധ മറിയന്ത്രേസ്യായുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അനന്തമായ കൃപയാൽ നിന്നെ പരിപൂർണനാക്കട്ടെ. തൻ്റെ ഭവനത്തെ യഥായോഗ്യം ഭരിക്കുന്നതിന് അവിടുന്ന് നിന്നെ ശക്തനാക്കട്ടെ. പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന നിന്റെ ഹൃദയം എന്നും വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടട്ടെ. തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുത്തെ തിരുവിഷ്ടമനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ
നിനക്ക് സാധിക്കട്ടെ. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യാഗമനത്തിൻ്റെ മഹനീയ ദിനത്തിൽ അവയുടെ മേൽ നിന്നെ അവിടുന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ. പൗരോഹിത്യത്തിലേക്കുള്ള വിളി തിരിച്ചറിയുവാൻ നിന്നെ സഹായിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുക്രമങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും നല്ലവനായ ദൈവം കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാവരും ഇരിക്കുക. ഇപ്പോൾ നവവൈദികൻ ബഹുമാനപ്പെട്ട സിജോ ചാതേലി അച്ഛൻ അഭിയുന്ന പിതാവിന് നന്ദി പറയുന്നു. തുടർന്ന് അഭിയുന്ന പിതാവിനോടൊപ്പം ഫോട്ടോ എടുക്കുന്നു. 5 ഫോട്ടോകൾ മാത്രമാണ് ഇപ്പോൾ എടുക്കുക. 1 പിതാവും നവവൈദികനും മാത്രം, പിന്നീട് പിതാവും നവവൈദികനും സഹകാർമ്മികരോടൊപ്പം, 3-ാമത്തേത് വികാരിയച്ഛൻ ചേർന്ന് നിന്നുകൊണ്ട്, പിന്നീട് മാതാപിതാക്കളോടൊപ്പം, സഹോദരങ്ങളോടൊപ്പം. ഈ സമയം കാഴ്ച സമർപ്പണത്തിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നവർ പള്ളിയുടെ പുറകിലേക്ക് ചെന്ന് സമർപ്പണത്തിന് വേണ്ടി ഒരുങ്ങേണ്ടതാണ്. ദൈവസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കുന്ന ഈ സമയത്ത് തൻ്റെ കൈവയ്പ് വഴി എന്നെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിയ അഭിവന്ദ്യ മാർ ജെയിംസ് അത്തിക്കളം പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെയും നന്ദിയോടെയും ഞാൻ ഈ അവസരം ഓർക്കുന്നു. പിതാവിൻ്റെ പിതൃവാത്സല്യവും കഴിഞ്ഞ 3 വർഷം അനുഭവിക്കുവാൻ എനിക്ക് അനുഗ്രഹം ലഭിച്ചു. പിതാവ് നൽകിയ കരുതലിനും സ്നേഹത്തിനും അർത്ഥപൂർണമായ ഇന്നത്തെ സന്ദേശത്തിനും ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുന്നു. നന്ദി പിതാവേ. എടുക്കുന്നു. സഹകാർമ്മികര് ഫോട്ടോയ്ക്ക് വേണ്ടി ചേർന്ന് നിൽക്കുന്നു. പ്രാർത്ഥനയായി സതതം മാറിടുവാൻ തിരുവഴിയെ അടയുന്നു. നിൻ വചനം പകരും ശക്തിയുമായൊരു ദിനവും മുന്നേറാം. നീ പകരും നിറവെന്നും വഴിയേകൂ. ഈ അജഗണ പാതയിലായി നിറവായി നിന്യാനത്തിൻ നിറവായി വരണേ വരണേ പുതുശോഭയഴും സുതരേ. നിറവായി നിന്യാനത്തിൻ നിറവായി വരണേ വരണേ പുതുശോഭയഴും സുതരേ. Exodus, Exodus. മരിയേ നിൻ വഴി തുണച്ചിതാ ക്രിസ്തുപാദത്തിലേക്കിതാ. ദൈവപുത്ര പരിശുദ്ധനെ സന്നിധി ഈ അജഗണം നീ പകരും സ്നേഹവും ആത്മാവിൻ നിറവെന്നും വഴിയേകൂ. ഈ അജഗണ പാതയിലായി നിറവായി നിന്യാനത്തിൻ നിറവായി വരണേ വരണേ പുതുശോ
നൽകുന്നു. ഉള്ളിലെ നൊമ്പരം നിൻ സന്നിധി അബ്രഹാമിൻ കാഴ്ച പോൽ ഹാവേലിൻ ബലി പോൽ എന്റെ കാഴ്ചകളും നീ സ്വീകരിച്ചിടണേ. പൂർണ്ണമായി മാനസം കാഴ്ച നൽകുന്നു. ഉള്ളിലെ നൊമ്പരം നിൻ സന്നിധിയിൽ ഉറവിലങ്ങി നിറവിനാൽ കാഴ്ചയേകുന്നു. എന്റെ കാഴ്ചകളും നീ സ്വീകരിച്ചിടണേ. ഉറവിലങ്ങി നിറവിനാൽ കാഴ്ചയേകുന്നു. എന്റെ കാഴ്ചകളും നീ സ്വീകരിച്ചിടണേ. കാസയിൽ നിൻ രക്തവും പീലാസയിൽ തിരുമാംസവും ബലിയടയ്ക്കും പീഠവും കാൽവരി തന്നോർമ്മയായി. കാസയിൽ നിൻ രക്തവും പീലാസയിൽ തിരുമാംസവും ബലിയടയ്ക്കും പീഠവും കാൽവരി തന്നോർമ്മയായി. പേടിടാൻ പരമാകെയും ജീവനും എന്നേശുവേ കാഴ്ചയായി നൽകാം നാദാ സ്വീകരിച്ചിടണേ. ഉറവിലങ്ങി നിറവിനാൽ കാഴ്ചയേകുന്നു. എന്റെ കാഴ്ചകളും നീ സ്വീകരിച്ചിടണേ. ഉറവിലങ്ങി നിറവിനാൽ കാഴ്ചയേകുന്നു. എന്റെ കാഴ്ചകളും നീ സ്വീകരിച്ചിടണേ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു.
തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികേസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന ഇവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളങ്ങേ കാരുണ്യാധിരത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ.
കൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. അത്യുന്നതങ്ങളിൽ ബലവാനാം ദൈവം പരിശുദ്ധൻ, കർത്താവാം ദൈവം പരിശുദ്ധൻ, രാജാവാം ദൈവം പരിശുദ്ധൻ, മഹോന്നത നിൻ നാമം വാഴ്ത്തുന്നു. അത്യുന്നതങ്ങളിൽ ബലവാനാം ദൈവം പരിശുദ്ധൻ, കർത്താവാം ദൈവം പരിശുദ്ധൻ, രാജാവാം ദൈവം പരിശുദ്ധൻ, മഹോന്നത നിൻ നാമം വാഴ്ത്തുന്നു. ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായവുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം
തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതുമ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു, വിശുദ്ധീകരിച്ചു, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി, ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ പോളി മെത്രാനു വേണ്ടിയും മാർ ജെയിംസ് സത്യക്കളം മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ
എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമുദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതനും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭഗീഭക്തിയോജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തേക്ക് സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാഗ്രഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ.
പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴുകി അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയ ഞങ്ങളെ അന്വേഷിച്ചു കണ്ടെത്തിയ നല്ലിടയാ എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയവും വിശുദ്ധവുമായ ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷയെ സുഗന്ധപൂരിതനാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തെ സുഗന്ധപൂരിതരാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കലറുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായ ഈ ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ. സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗ്ഗം നിശ്ചയമാ, നേടുമവൻ സ്വർഗ്ഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ.
യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടു കൂടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭയിലും അവിടുത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ സമയമാണ്. ഗായക സംഘത്തിനും പന്തലിലുള്ളവർക്കുമായി സഹകാർമ്മികർ വിശുദ്ധ കുർബാന കൊണ്ടു ചെന്ന് നൽകുന്നതായിരിക്കും. വൈദികരെ മദ്ബഹായിൽ നിന്ന് സ്വീകരിക്കുന്നു. പള്ളിക്കകത്തുള്ള അടുത്ത ബന്ധുക്കൾ നവവൈദികന്റെ കൈകളിൽ നിന്ന് കുർബാന സ്വീകരിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരനെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
മോക്ഷരാജ്യത്തിൽ നിന്നേഴും നള്ളി നീ വരേണമേ ദൈവകുമാര 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 മോക്ഷരാജ്യത്തിൽ നിന്നേഴും നള്ളി നീ വരേണമേ ദൈവകുമാര 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 നീ ഹൃത്തിൽ നീ സിംഹാസനത്തെ പ്രിയമോടുകൂടെ സ്ഥാപിച്ചിടണം മോക്ഷരാജ്യത്തിൽ നിന്നേഴും നള്ളി നീ വരേണമേ ദൈവകുമാര 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 ഈശോയേ അങ്ങേ കൈക്കൊള്ളുവാൻ ഈശോയേ അങ്ങേ കൈക്കൊള്ളുവാൻ യോഗ്യത എന്നിലില്ല ശ്രേഷ്ഠമായൊന്നുമില്ല എന്നാളുമെന്നുള്ളിൽ നീ വരണേ ഈശോ എന്നുള്ളിൽ എഴുന്നള്ളണേ ആശാ മേരേ പ്രഭു मेरे दिल में मेरे तन में आजा प्रभु आजा मेरे प्रभु मेरे दिल में मेरे तन में आजा प्रभु तू आकर मुझको शंका कर दे मेरे हृदय को साफ कर दे तू आकर मुझको शंका कर दे मेरे हृदय को साफ कर दे तू है प्रभु जीवन दाता तू है प्रभु मुक्ति दाता मुझ पर दया करो परिशुद्धने अमर्त्यने अविनादने बलवाने परिशुद्धने अमर्त्यने अविनादने ആത്മാവിൽ വാണിടാനായി എന്നിൽ എഴുന്നള്ളണേ ആത്മാവിൽ വാണിടാനായി എന്നിൽ എഴുന്നള്ളണേ Into my heart, into my heart, come into my heart, Lord Jesus, come in today, come in to stay, come in
കാലം, അതായത് 12 വർഷക്കാലം പരിശീലനത്തിലായിരുന്ന ബഹുമാനപ്പെട്ട ആൻ്റണി സിജോ ചാതേലി അച്ഛൻ തന്നെ ഇന്നത്തെ ദിവസം വരെ ഒരുക്കിയവർക്കും തൻ്റെ ജീവിതത്തിലെ മറ്റു പ്രധാന സംഭവത്തിന് സാക്ഷികളായവർക്കും സഹകരിച്ചവർക്കെല്ലാം ദൈവത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്ന ഈ നിമിഷങ്ങളിൽ നമുക്ക് അദ്ദേഹത്തെ ശ്രവിക്കാം. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഇയാൾ താരയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ മനസ്സ് നിറയെ നന്ദിയും സന്തോഷവും കടപ്പാടവുമുണ്ട്. ഒത്തിരി നാളത്തെ കാത്തിരിപ്പും സ്വപ്നവുമായിരുന്നു ഈ അൾത്താര. കർത്താവിൻ്റെ ബലിപീഠത്തിൽ ഇന്ന് ആദ്യ ബലി അർപ്പിക്കുമ്പോൾ നന്ദിയോടെ ഓർക്കേണ്ട ഒത്തിരി മുഖങ്ങളുണ്ട്. ഈ യാത്രയിൽ പ്രാർത്ഥന കൊണ്ടും പ്രോത്സാഹനം കൊണ്ടും അധ്വാനം കൊണ്ടും താങ്ങായ ഒരുപാട് നല്ല മനസ്സുകൾക്കായി ഞാൻ ഈ നന്ദിയുടെ വാക്കുകൾ സമർപ്പിക്കുന്നു. അനന്തകാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം എൻ്റെ കുറവുകളെ പരിഗണിക്കാതെ അമൂല്യവും ശ്രേഷ്ഠവുമായ പൗരോഹിത്യ ദൈവവിളി ബലഹീനമായ ഈ മൺപാത്രത്തിൽ നിക്ഷേപിക്കുവാൻ തിരുമനസ്സായി. അവിടുത്തെ കൃപയും വാത്സല്യവുമാണ് എന്നെ താങ്ങി നിർത്തുന്നതും വഴി നടത്തുന്നതും. എൻ്റെ കുറവുകളെ നിറവുകളാക്കി പകർത്തുന്ന ആ നല്ല തമ്പുരാൻ അവിടുത്തെ ബലിപീഠത്തിലെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയോഗിച്ചു. അവിടുത്തെ വൻ കൃപയ്ക്ക് നന്ദിയും സ്തുതിയും ആരാധനയും ഞാൻ സമർപ്പിക്കുന്നു. ഇന്നത്തെ ആർച്ച് ഡീക്കനായിരുന്ന റവറൻ ഫാദർ ജോർജ് മംഗലപ്പിള്ളി അച്ഛൻ സത്തന സെൻ്റ് എഫ്രൈം തിയോളജിക്കൽ കോളേജിനെ പ്രതിനിധീകരിച്ച് ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് ഡീക്കനായിരുന്നു. അച്ഛനെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. സഹകാർമ്മികനും എൻ്റെ വൊക്കേഷൻ പ്രൊമോട്ടർ കൂടിയായ ഫാദർ സിൻഡോ മാളിയേക്കൽ അച്ഛനെയും ഹൃദയഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവം സമ്മാനിച്ച വലിയ നന്മയാണ് എൻ്റെ സ്നേഹനിധിയായ മാതാപിതാക്കൾ. ദൈവത്തിൻ്റെ അൾത്താരയോട് ചേർന്ന് നിൽക്കുവാൻ ചെറുപ്പം മുതലേ പരിശീലനം നൽകി പ്രോത്സാഹിപ്പിക്കുകയും പൗരോഹിത്യ വഴിയിലേക്ക് അവരെനിക്ക് വഴികാട്ടികളായി തീരുകയും ചെയ്തു. എനിക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കി സ്നേഹവും കരുതലും ശിക്ഷണവും നൽകി തങ്ങളുടെ ആയുസ്സും ആരോഗ്യവും ഞങ്ങൾ 3 മക്കൾക്കായി മാറ്റിവെച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചനെയും അമ്മച്ചിയെയും ഒത്തിരി സ്നേഹത്തോടെ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ ഞാൻ ഓർക്കുന്നു. അവർക്ക് വേണ്ടി നന്ദിയും പറയുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിലുടനീളം കൂട്ടായും കരുത്തായും കൂടെ നിൽക്കുന്ന എൻ്റെ ഏട്ടൻ ജിജോയെയും ഏട്ടത്തി ജിഷയെയും അനീതി സിജയെയും അളിയൻ ഫെബിനെയും കാതറിനെയും റേമണ്ടിനെയും ഒത്തിരി നന്ദിയോടെ ഞാൻ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ ഓർക്കുന്നു. ഇവരുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഏറെ സന്തോഷത്തോടെ ഞാൻ നന്ദി പറയുന്നു. സ്നേഹവും കരുതലും പ്രോത്സാഹനവും നൽകി പൗരോഹിത്യത്തിലേക്ക് എന്നെ കൈപ്പിടിച്ചുയർത്തിയ എൻ്റെ ഉള്ളിലെ ദൈവവിളി തിരിച്ചറിഞ്ഞ് എന്നെ സാഗറിലേക്ക് കൊണ്ടുപോയ ബഹുമാനപ്പെട്ട ഫാദർ സിൻഡോ മാളിയേക്കൽ അച്ഛനും ജെറിനും ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ പൗരോഹിത്യ പരിശീലന കാലഘട്ടത്തിൽ എൻ്റെ കൂടെ നിന്ന എൻ്റെ ഒപ്പമുണ്ടായിരുന്ന സാഗർ രൂപത കുടുംബത്തിന് പറഞ്ഞാലും തീരാത്ത നന്ദിയും കടപ്പാടുമുണ്ട്. പ്രത്യേകിച്ച് സാഗർ രൂപതയിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള എല്ലാ എൻ്റെ ജ്യേഷ്ഠ വൈദികരെയും ഇന്ന് ലൈവിൽ കുർബാന കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാഗറിലെ എൻ്റെ എല്ലാ ജ്യേഷ്ഠ വൈദികർക്കും സന്യസ്ത ബ്രദേഴ്സിനും സന്യാസിനി സന്യസ്തകരെയും ഒത്തിരി നന്ദിയോടെ ഞാൻ ഓർക്കുന്നു.
അതോടൊപ്പം ഞാൻ ഡീക്കൻ മിനിസ്ട്രി ചെയ്ത സെൻറ് ജോസഫ്സ് ഗഞ്ച് ബസോദ ഇടവകയെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു. വികാരി ഫാദർ ജോസ്ലി സിറക്കോ, MMV ബ്രദേഴ്സ്, FCC സിസ്റ്റേഴ്സ്, OSF സിസ്റ്റേഴ്സ്, ഇടവക ജനങ്ങൾ എന്നിവരെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. അവർ നൽകിയ സ്നേഹത്തിനും കരുതലിനും ഒരു ജ്യേഷ്ഠ സഹോദരനായി കൂടെ നിന്ന ഫാദർ ജോസ്ലി അച്ഛനെയും ഞാൻ നന്ദിയോടെ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ ഓർക്കുന്നു. കൊറോണ പശ്ചാത്തലത്തിൽ എല്ലാവർക്കും പട്ടത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്നറിയാം. ആത്മീയവും ശാരീരികവുമായി എൻ്റെ ഈ തിരുപ്പട്ട കർമ്മം ഓൺലൈനിലൂടെ ലൈവ് സംപ്രേഷണം ആയി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും പ്രത്യേകം പ്രാർത്ഥനകളിൽ ഓർക്കുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പൗരോഹിത്യത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പറഞ്ഞു തന്ന സാഗർ മൈനർ സെമിനാരി റെക്ടേഴ്സ് ആയിരുന്ന ഫാദർ ജോസ്ലി സിറക്കോ, ഫാദർ ദേവമിത്ര, ഫാദർ സെൽവിൻ, വൈസ് റെക്ടേഴ്സ്, സ്പിരിച്വൽ ഡയറക്ടേഴ്സ് എല്ലാവരെയും നന്ദിയോടെ ഞാൻ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ ഓർക്കുന്നു. വികാസ് മൈത്രി കോട്ര, KPRP ഭോപ്പാൽ, സെൻറ് എഫ്രൈം തിയോളജിക്കൽ കോളേജ് സത്ന എന്നീ സെമിനാരിയിൽ നിന്ന് വന്നു ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും ബ്രദേഴ്സിനെയും എന്നെ ഒരുക്കിയ ഈ സെമിനാരിയിലെ എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ റീജൻസി ഡയറക്ടേഴ്സായിരുന്ന ബിജു ഫിലിപ്പ് അച്ഛനെയും സാബു പൂത്തമ്പരിക്കൽ അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ ഓർക്കുന്നു. അവർക്ക് വേണ്ടി നന്ദിയും അർപ്പിക്കുന്നു. പൗരോഹിത്യ ദൈവവിളി സ്വീകരിക്കുവാൻ എന്നെ പ്രചോദിപ്പിച്ച റവറൻ ഫാദർ പോൾ എളങ്ങുന്നപ്പുഴ അച്ഛനെയും റവറൻ ഫാദർ അനിൽ പുതുശ്ശേരി അച്ഛനെയും ഈ ഇടവകയിലെ എല്ലാ വികാരിയച്ഛന്മാരെയും, ഈ ഇടവകയിൽ നിന്നിരുന്ന എല്ലാ വികാരിയച്ഛന്മാരെയും കൊച്ചച്ഛന്മാരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ ഞാൻ ഈ നിമിഷം ഓർക്കുന്നു. എൻ്റെ പരിശീലന കാലഘട്ടത്തിൽ ആത്മീയവും സാമ്പത്തികവുമായി എന്നെ സഹായിച്ച എൻ്റെ എല്ലാ ബെനഫാക്ടേഴ്സിനെയും ഏറ്റവും സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ഞാൻ അവർക്ക് വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നന്ദികളും അർപ്പിക്കുന്നു. എനിക്ക് ഒരു ചേച്ചിയുടെ സ്നേഹവും വാത്സല്യവുമായി എന്നെ പ്രാർത്ഥിച്ചൊരുക്കിയ, ഇത്രയും നാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സിസ്റ്റർ കൃപ മരിയ CHF സിസ്റ്ററെ പ്രത്യേകം നന്ദിയോടെ ഞാൻ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിശ്വാസത്തിൻ്റെ വെളിച്ചം പകർന്നു തന്ന പ്രിയപ്പെട്ട താഴേക്കാട് മതാധ്യാപകർ, അറിവ് പകർന്നു നൽകിയ കണ്ണിക്കര അവിട്ടത്തൂർ ടീച്ചേഴ്സ്, സഹപാഠികൾ എന്നിവരെയും ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. തൻ്റെ പൗരോഹിത്യ പരിശീലന യാത്രയിൽ എനിക്ക് കരുത്ത് നൽകിയ താഴേക്കാട് ഇടവകയിലെ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും ബ്രദേഴ്സിനെയും ഏറ്റവും സ്നേഹത്തോടെ ഈ അൾത്താരയിൽ ഓർക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് MC ആയിരുന്ന റവറൻ ഫാദർ ജോർജ് ഡേവിസ് കിഴക്കുന്തൽ അച്ഛൻ ഇരിഞ്ഞാലക്കുട മൈനർ സെമിനാരി റെക്ടർ അച്ഛനാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം അച്ഛനെ സഹായിക്കുവാൻ കൂടെ ഉണ്ടായിരുന്ന ഡീക്കൻ കൊനമാവിനെ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് ഇത്രയും ഭംഗിയാകുവാൻ ഒത്തിരി ദിവസങ്ങളുടെ തയ്യാറെടുപ്പും ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. അതിനെല്ലാം ചുക്കാൻ പഠിച്ച നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആർച്ച് പ്രീസ്റ്റും വികാരിയച്ഛനുമായ റവറൻ ഫാദർ ജോൺ കവലക്കാട്ടച്ഛനും അസിസ്റ്റന്റ് വികാരി ഫാദർ അനൂപ് അച്ഛനും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു, പ്രാർത്ഥനയിൽ ഓർക്കുന്നു. അച്ഛന്മാരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച നടത്ത് കൈക്കാരൻ, മറ്റ് കൈക്കാരന്മാർ, പട്ട കമ്മിറ്റി അംഗങ്ങൾ,
CHF ഹോളി ഫാമിലി കമ്മ്യൂണിറ്റി താഴേക്കാട്, CMC കമ്മ്യൂണിറ്റി കണ്ണിക്കര, ഹോളി ക്രോസ് കുടുംബ യൂണിറ്റ് അംഗങ്ങൾ, പൂക്കൾ അലങ്കരിക്കുവാൻ, പള്ളി അലങ്കരിക്കുവാൻ കൂടെ നിന്ന ഇടവക അംഗങ്ങൾ, ഭക്ഷണ സജ്ജീകരണം നടത്തുന്നവർ, മറ്റെല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മനോഹരമായ ഗായക സംഘത്തിനും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. ഒരുപാട് നാളത്തെ പ്രാക്ടീസും മറ്റും ഇവർ ചെയ്തിരുന്നു. അതിൻ്റെ സക്സസ് നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തു. താഴേക്കാട് ഈ ഇടവകയിലെ ഗായക സംഘമാണ് ആദ്യമായിട്ട് തിരുപ്പട്ടത്തിന് ഇന്ന് പാടിയത്. പാടിയ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. അതോടൊപ്പം തന്നെ ഗായക സംഘത്തെ നയിച്ച കൊച്ചച്ഛനും ജെയിംസ് ഏട്ടനും ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. പട്ടത്തിൻ്റെ വിവിധ ഒരുക്കങ്ങൾക്കായി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത മതാധ്യാപകർ, ഇടവകയിലെ എല്ലാ സംഘടനകളുടെ ഭാരവാഹികൾ, കപ്യാർ ജോയ് ചേട്ടൻ, ഡീക്കൻ മെയ്ച്ചോ, ബ്രദർ ബെൽഫിൻ, ബ്രദർ എഡ്വിൻ, ബ്രദർ ജാക്സൺ, ബ്രദർ ആൽബർട്ട്, ബ്രദർ നെവിൻ, അൾത്താര സംഘങ്ങൾ, മറ്റെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് ശബ്ദം നൽകിയ സൗണ്ട് മീഡിയ ചാലക്കുടി, ഫോട്ടോഗ്രാഫേഴ്സ് പെൻസിൽ വെഡ്ഡിംഗ് കാരൂർ, ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന എക്കോ സൗണ്ട് സിസ്റ്റം ആളൂർ, ഇന്നത്തെ ഭക്ഷണ ക്രമീകരണം നടത്തുന്ന ഫുഡ് കോർട്ട് ചാലക്കുടി എന്നിവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ശുശ്രൂഷകൾക്ക് കൂടെയുണ്ടായിരുന്ന റവറൻ ഫാദർ ദേവമിത്ര നിലങ്കാവിൽ അച്ഛനും ഫാദർ വർഗീസ് ചാലിശ്ശേരി അച്ഛനും, ഇന്നലെ തിരുപ്പട്ടം സ്വീകരിച്ച സാഗർ രൂപതയ്ക്ക് വേണ്ടി പട്ടം സ്വീകരിച്ച ഫാദർ എഡ്വിൻ കുണ്ടകുളത്തിനും, എൻ്റെ ബന്ധുവായ റവറൻ ഫാദർ സിബി കോട്ടയ്ക്കൽ അച്ഛനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ദിവസത്തിലെ ശുശ്രൂഷകളെ മനോഹരമാക്കുവാൻ ത്യാഗങ്ങളാണ് പലരും എടുത്തത്. എല്ലാവരെയും പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥനയിലും ദിവ്യബലിയിലും ഈ ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരുങ്ങി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച വൈദികർ, സിസ്റ്റേഴ്സ്, CHF കൊഴുക്കാട്ടുശ്ശേരി ഹോസ്പിറ്റലിലെ എല്ലാ സിസ്റ്റേഴ്സ്, ഏറ്റവും ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഇടവകയിലെ സിസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് ചാതേലി കോക്കാട്ടി കുടുംബാംഗങ്ങൾ, കുണ്ടൂർ കൂഴൂർ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, താഴേക്കാട് ഇടവക കുടുംബാംഗങ്ങൾ, ചാതേലി പ്ലാശ്ശേരി കുടുംബാംഗങ്ങൾ, എൻ്റെ ബാച്ച്മേറ്റ്സ്, പ്രത്യേകിച്ച് ഇന്ന് ദേവാലയത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരാകുവാൻ ആഗ്രഹമുണ്ടായിട്ടും സാധിക്കാതെ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാഴ്ച സമർപ്പണത്തിന് സഹായിച്ച ഹോളി ഫാമിലി സിസ്റ്റേഴ്സ്, സിസ്റ്റർ കൃപാമരിയ, സിസ്റ്റർ നോയൽ, സിസ്റ്റർ അന്ന എന്നിവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നന്ദി പറയുവാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. ഈ ദാനത്തെക്കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഇപ്പോൾ നവവൈദികൻ തൻ്റെ പ്രഥമ ദിവ്യബലിക്ക് ശേഷം ദൈവജനത്തെ ആദ്യമായി ആശീർവദിക്കുകയാണ്. നാം ഈ ആശീർവാദം നമ്മുടെ നിയോഗങ്ങളോടൊപ്പം സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ഈ ആശീർവാദം അനേകരെ ആശീർവദിക്കുവാനുള്ള അനുഗ്രഹം നവവൈദികന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമാപന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കരുണമേ സ്വസ്തി. നിന്നിൽ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൊള്ളുക. ഈ സമയത്ത് കർത്താവിന് പ്രത്യേകമായ രീതിയിൽ തിരുസഭയുടെ ഔദ്യോഗിക കൃതജ്ഞതാ സ്തോത്രം ആലപിച്ചുകൊണ്ട് നവവൈദികൻ ആന്റണി സിജോ ചാതേലി കൃതജ്ഞതാ സ്തോത്രം ആലപിക്കുകയാണ്. അതിനെ തുടർന്ന് അദ്ദേഹം മാർപ്പാപ്പയ്ക്കെടുത്ത ആശീർവാദം നൽകി ഇപ്പോൾ നമ്മെ അനുഗ്രഹിക്കും. അതിനുശേഷം സാധാരണ നമ്മൾ കൈമുത്താറുണ്ട്. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ മാതാപിതാക്കൾ മാത്രം നവവൈദികൻ്റെ കൈമുത്തുക, ബാക്കിയുള്ളവരെല്ലാം സ്തുതി കൊടുത്തുകൊണ്ട് നവവൈദികനെ ആശംസകൾ നേരുന്നതിനായിട്ട് അവസരമുണ്ടായിരിക്കും. അതിനായിട്ട് പരിശ്രമിക്കുക. വാഴ്ത്തുന്നു അങ്ങേക്കായെന്നും സ്തോത്രങ്ങൾ. പാരിതിനാഥനായെങ്ങെ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതമാകുമങ്ങായി ആരാധിക്കുന്നു പാരാകെ, ആരാധിക്കുന്നു പാരാകെ. ദൈവദൂതന്മാരെ വരും നിന്നെ സ്വർഗവാസികൾ സർവരും. സ്വർഗവും ക്രോവേശാപേവൃന്ദവും സ്വർഗസംഗീതം കേൾക്കുന്നു. സൈന്യാധീശനായിടും ദൈവം സംശുദ്ധൻ സംശുദ്ധൻ സംശുദ്ധൻ, നിത്യം സംശുദ്ധൻ സംശുദ്ധൻ. നല്ലോ സന്തതം ശ്രീയേഴും ദിവ്യ പ്രേക്ഷിതർ ധന്യ ദിവ്യന്മാർ വേദ സാക്ഷികൾ. നിത്യാനന്ദ പ്രതാപവാനങ്ങ് വാഴ്ത്തിടുന്നു നിരന്തരം, വാഴ്ത്തിടുന്നു നിരന്തരം. നിസ്തുലൻ പ്രഭാപൂരിതൻ താതാ നിത്യനാവികസുനുമേ. പാവനാത്മത്രിയേകദൈവമേ സ്തോത്രമെന്നുമെന്നേക്കുമേ. ലോകമാതവിൽ പാവനം സദാ കീർത്തിക്കും അങ്ങേ സാദരം, കീർത്തിക്കും അങ്ങേ സാദരം. പ്രഭവമേഴും രാജനാമി ക്രിസ്തുനാഥമോന്നത. ഉന്നതനായ താതൻ തന്നോട് ദിവ്യനാം സോനു വാണു നീ. മധ്യരക്ഷയ്ക്കായി കന്യകയിൽ നങ്ങു മഞ്ഞിടെ ജാതനാ, നങ്ങു മഞ്ഞിടെ ജാതനാ. മൃത്യുവേ ജയിച്ചെന്നു മക്കൾക്കായി സ്വർഗവാതിൽ തുറന്നതോ. ദൈവത്തിൻ്റെ വലതുഭാഗത്താൽ വാഴൂ നീ ദിവ്യശോഭയിൽ. അങ്ങു താൻ വിധിയാളനായ
ജ്ഞാനാഗമം സോണിതത്തിനാം വീണ്ടെടുത്തോരിദാസരിൽ നിൻ കൃപാമൃതം ചിന്തനേയെന്ന് യാചിപ്പൂ ഞങ്ങൾ സോദരം. നിത്യാനന്ദത്തിലങ്ങേ സ്നേഹിത ഋത്തുചേരാൻ തനിയണേ, ഒത്തുചേരാൻ തനിയണേ. നിഞ്ചലങ്ങളിൽ ആശിസേകളിൽ നിത്യവും നീ ഭരിക്കുക. നിഞ്ചലങ്ങളിൽ ഉന്നതീനവർക്കേകണേ, നിത്യവും ഞങ്ങളങ്ങേ വാഴ്ത്തും. പാവനനാമവും തഥാ, പാവനനാമവും തഥാ. ഇന്നു ഞങ്ങളിൽ പാപമേശൈവ നിന്നാനുഗ്രഹം നൽകണേ. ആശ്രയിച്ചീവ തീവ്രമായങ്ങിൽ തിങ്ങും കാരുണ്യം പുൽകുവാൻ അർപ്പിച്ചു നിന്നിലാശ സർവ്വം. ക്ലേശം ലജ്ജിക്കയില്ല ഞാൻ, ക്ലേശം ലജ്ജിക്കയില്ല ഞാൻ. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ കാലടികളെ പിഞ്ചൊല്ലുവാൻ ഈ ദാസനെ അങ്ങ് വിളിച്ചുവല്ലോ. ആ വിളിയുടെ മഹാത്മ്യം മനസ്സിലാക്കി എന്നെ തന്നെ മുഴുവനായി അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധിയുടെ മാർഗത്തിൽ വ്യാപരിക്കുവാനും സുവിശേഷ ഉപദേശങ്ങൾ അനുസരിക്കുവാനും എന്നെ ശക്തനാക്കണമേ. ലോകത്തിൻ്റെ ദീപവും ഭൂമിയുടെ ഉപ്പവുമായി വർത്തിക്കുവാൻ അവസാനം വരെ ഞങ്ങളെല്ലാവരെയും അങ്ങയോടൊത്ത് സ്വർഗഭാഗ്യം അനുഭവിക്കുവാൻ ഇടവരുത്തേണമേ. എല്ലാവരും തലക്കുനിച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്കൊന്നിരിക്കാം. ഒന്ന് രണ്ട് നിർദ്ദേശങ്ങളുണ്ട്. നമ്മൾ നവവൈദികൻ ഒരുക്കിയിരിക്കുന്ന, കുടുംബാംഗങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അതിന് ഒന്ന് രണ്ട് നിർദ്ദേശങ്ങളുണ്ട്. അതിനു മുമ്പ് ഈ ഇടവകയുടെ ഒരു ആശംസ ഇപ്പോൾ ഇവിടുത്തെ കൈക്കാരൻ ശ്രീ റീജോ പാറയിൽ നവവൈദികനായ സിജോ ചാതേലിക്ക് നൽകും. അതിനുശേഷം ഞാൻ ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരാം. സ്നേഹബഹുമാനപ്പെട്ട നവവൈദികൻ സിജോ ചാതേലി, ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പ് ജോണച്ച, വന്ധ്യ വൈദികരെ, താഴേക്കാട് ഇടവകയെ സംബന്ധിച്ച് വളരെ അനുഗ്രഹപ്രദമായ ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നമ്മുടെ കൊച്ചുകുട്ടികൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ ഏറ്റവും മഹത്തരമായ കുദാശ ഏറ്റുവാങ്ങി. അതിന് പിന്നാലെ ഇടവകയ്ക്ക് അപ്രതീക്ഷിതമായി വളരെ കുറച്ച് മാത്രം ലഭിക്കുന്ന, വർഷങ്ങളുടെ ഇടവേളയിൽ മാത്രം ലഭിക്കുന്ന ഒരു തിരുപ്പട്ടവും നമുക്ക് ലഭിക്കുകയുണ്ടായി. ഏറെ സ്നേഹത്തോടെ, ഏറെ സന്തോഷത്തോടെ, ഏറെ ആഘോഷത്തോടെ നടത്തേണ്ട ഈ തിരുപ്പട്ട ശുശ്രൂഷ ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ വളരെ ചുരുക്കം പേർക്ക് പങ്കെടുക്കുന്ന രീതിയിലാണ് നമുക്കിവിടെ ക്രമീകരിക്കാൻ സാധിച്ചത്.
ആദ്യമായി തന്നെ എല്ലാ ഇടവേളകളിലും, സെമിനാരിയിൽ നിന്നും വരുന്ന എല്ലാ ഇടവേളകളിലും, നമ്മുടെ ഇടവകയുടെ എല്ലാ ശുശ്രൂഷകളിലും വളരെ കാര്യമായി തന്നെ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ നമ്മുടെ നവവൈദികൻ സിജോ ചാദേലിക്ക് ഇടവകയുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രാർത്ഥനാശംസകളും അതോടൊപ്പം തന്നെ തുടർന്ന് തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകളിൽ മറ്റുള്ളവരെ യേശുവിലേക്ക് അടുപ്പിക്കാൻ ഏറ്റവും നല്ല ഒരു വൈദികനായി തൻ്റെ പ്രവർത്തന കാലഘട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. വരും കാലങ്ങളിൽ താഴേക്കാട് നിന്നും ഒത്തിരി ദൈവവിളികൾ ലഭിക്കട്ടെ എന്നും ഒത്തിരി നവവൈദികരെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ പങ്കെടുത്ത ഏവർക്കും എല്ലാവിധ നന്ദിയും അർപ്പിക്കുന്നു. സിജോ അച്ഛനെ ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെയും ഒത്തിരി നന്മയുടെയും പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നവവൈദികൻ്റെ കരങ്ങൾ ചുംബിക്കുന്ന ചുംബനം നമ്മൾ ഒഴിവാക്കിയിട്ട് മാതാപിതാക്കൾ മാത്രമാണ് ഇപ്പോൾ കരങ്ങൾ ചുംബിക്കുക. അതിനുശേഷം ബാക്കി എല്ലാവരും സ്തുതി ചൊല്ലി പോവുകയാണ്. ഭക്ഷണത്തിൻ്റെ ഒരു ക്രമം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട വൈദികർ, ബഹുമാനപ്പെട്ട ബ്രദേഴ്സ്, അവർക്ക് മാത്രമാണ് ഈ പന്തലിൽ ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. ഗായക സംഘാംഗങ്ങൾ, ഈ തിരുപ്പട്ടത്തിന് ക്ഷണിക്കപ്പെട്ട് വന്നിരിക്കുന്നവർ, ഇവിടെ ഈ കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റെല്ലാവർക്കും നമ്മുടെ പാരിഷ് ഹാളിലാണ് ഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നത്. ഭക്ഷണം അവിടെ പാക്ക്ഡ് ആയിട്ടുള്ള ഫുഡാണ്. അത് വാങ്ങി സാമൂഹ്യ അകലം പാലിച്ച് ഇരുന്ന് കൂട്ടം കൂടി വർത്തമാനങ്ങൾ പറയാതെ കോവിഡിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഭക്ഷണം കഴിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. സാനിറ്റൈസേഴ്സ് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങളത് കൃത്യമായിട്ട് ഉപയോഗിക്കണം. കോവിഡ് വളരെ ശക്തമായി നമ്മെ പിന്തുടരുന്നു. ഏറ്റവും കൂടുതലുള്ള ഒരു പഞ്ചായത്താണ് ആളൂർ പഞ്ചായത്ത്. അവിടെയാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണമെന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. മനോഹരമായ ഗാനം നമുക്ക് ആലപിച്ച, അതായത് ഇവിടുത്തെ കൊയറ് മാലാഖ വൃന്ദത്തോടുകൂടെ ഗാനങ്ങൾ ആലപിച്ച് ഈ തിരുപ്പട്ട ശുശ്രൂഷ മനോഹരമാക്കിയത് മേലൂർ ഇടവകയിൽ നിന്നുള്ള ജെയിംസിൻ്റെ സ്തുത്യർഹമായ ഒരു മാസത്തെ പരിശീലനത്തിൻ്റെ ബാക്കി പത്രമാണ്. ഈ ഇടവകയിൽ നിന്നുള്ള 25 പേര് വളരെ മനോഹരമായി കഴിഞ്ഞ ഒരു മാസത്തിലധികമായി പരിശീലനം നടത്തുകയായിരുന്നു. ഈ അവസരത്തിൽ ജെയിംസിൻ്റെ കൂടെ കീബോർഡ് വായിക്കാനെത്തിയിരിക്കുന്ന കിരണും എല്ലാ ഗായക സംഘാംഗങ്ങൾക്കും അവർക്ക് ഇങ്ങനെ ഒരു വേദി മനോഹരമായി ഒരുക്കി അവരെ സംഘടിപ്പിച്ച ഈ ഇടവകയിലെ ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ അനൂപ് പട്ടത്തിലച്ഛനും നമുക്ക് കൈയടിച്ച് നന്ദി രേഖപ്പെടുത്താം. നമുക്ക് ഇനി നവവൈദികന് സ്തുതി ചൊല്ലി ഭക്ഷണം കഴിക്കാനായിട്ട് പോകാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് ശേഷം ബന്ധുമിത്രാദികൾ നവവൈദികനെ അഭിനന്ദനങ്ങൾ അറിയിക്കുക. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് ശേഷം ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും
സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നവാഭിഷിക്തനെ അഭിനന്ദന നവപ്രേക്ഷിതനെ നവാഭിഷിക്തനെ നവപ്രേക്ഷിതനെ അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. യേശുവിനോടൊപ്പമായിരിക്കാം. യേശുവിൻ സുവിശേഷമാലപിക്കാം. യേശുവിനോടൊപ്പമായിരിക്കാം. യേശുവിൻ സുവിശേഷമാലപിക്കാം. പേരു ചൊല്ലി വിളിച്ചവനെ അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. യേശുവിൻ സാക്ഷിനിയായിരിക്കാം. ത്യാഗത്തിൻ മണിദീപമായിരിക്കാം. യേശുവിൻ സാക്ഷിനിയായിരിക്കാം. ത്യാഗത്തിൻ മണിദീപമായിരിക്കാം. സ്നേഹരെ പോൽ വരുന്നവരെ അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥനയായി സതതം മാറിടുവാൻ തിരുവഴിയെ അണയുന്നു. നിൻ വചനം പകരും ശക്തിയുമായി അനുദിനവും മുന്നേറാം. നീ പകരും ശക്തിയുമാത്മാവിൻ നിറവെന്നും വഴിയേകൂ. ഈ അജഗണ പാതയിലായി നിറവായി നിജ്ഞാനത്തിൻ നിറവായി വരണേ തരണേ പുതുശോഭയിടും സുതരേ. നിറവായി നിജ്ഞാനത്തിൻ നിറവായി വരണേ തരണേ പുതുശോഭയിടും സുതരേ. Exodus, Exodus. മരിയേ നിൻ വഴി തുണച്ചിതാ ക്രിസ്തുപാദത്തിലേക്കിതാ. ദൈവപുത്ര പരിശുദ്ധനേ സന്നിധി ഈ അജഗണം നീ പകരും സ്നേഹവും ആത്മാവിൻ നിറവെന്നും വഴിയേകൂ. ഈ അജഗണ പാതയിലായി നിറവായി നിജ്ഞാനത്തിൻ
സതതം മാറിടുവാൻ തിരുവഴിയെ അണയുന്നു. നിൻ വചനം പകരും ശക്തിയുമായി അനുദിനവും മുന്നേറാൻ. നീ പകരും ശക്തിയുമാത്മാവിൻ നിറവിന്നും വഴിയേകൂ. ഈ അജഗണ പാതയിലായി നിറവാൻ നിൻ ജ്ഞാനത്തിൻ നിറവായി വരണേ തരണേ പുതുശോഭയിടും സുതരേ. നിറവാൻ നിൻ ജ്ഞാനത്തിൻ നിറവായി വരണേ തരണേ പുതുശോഭയിടും സുതരേ. Exodus, Exodus. മരിയേ നിൻ വഴി തുണച്ചിതാ ക്രിസ്തുപാദത്തിലേക്കിതാ. ദൈവപുത്ര പരിശുദ്ധനേ സന്നിധി ഈ അജഗണം. നീ പകരും സ്നേഹവും ആത്മാവിൻ നിറവെന്നും വഴിയേകൂ. ഈ അജഗണ പാതയിലായി നിറവാൻ നിൻ ജ്ഞാനത്തിൻ നിറവായി വരണേ തരണേ പുതുശോഭയിടും സുതരേ. നിറവാൻ നിൻ ജ്ഞാനത്തിൻ നിറവായി വരണേ തരണേ പുതുശോഭയിടും സുതരേ. നിറവാൻ നിൻ ജ്ഞാനത്തിൻ നിറവായി വരണേ തരണേ പുതുശോഭയിടും സുതരേ. ഇല്ല, ഫുള്ള് ലൈവ് വായിച്ചതാ. ഈ ട്രാക്കൊക്കെ ലൈവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഈ പാടിയത് അത് ലൈവ് ചെയ്യാൻ പറ്റില്ല. പ്രാർത്ഥനയായി സതതം മാറിടുവാൻ തിരുവഴിയെ അണയുന്നു. നിൻ വചനം പകരും ശക്തിയുമായി അനുദിനവും മുന്നേറാൻ. നീ പകരും ശക്തിയുമാത്മാവിൻ നിറവെന്നും വഴിയേകൂ. ഈ അജഗണ പാതയിലായി നിറവാൻ നിൻ ജ്ഞാനത്തിൻ നിറവായി വരണേ തരണേ പുതുശോഭയിടും സുതരേ. നിറവാൻ നിൻ ജ്ഞാനത്തിൻ നിറവായി വരണേ തരണേ പുതുശോഭയിടും സുതരേ. Exodus, Exodus. മരിയേ
നിൻ വഴി തുണച്ചിതാ ക്രിസ്തുപാദത്തിലേക്കിതാ ദൈവപുത്ര പരിശുദ്ധനേ സന്നിധി ഈ അജഗണം നീ പകരും സ്നേഹവും ആത്മാവിൻ നിറവെന്നും വഴിയേകൂ ഈ അജഗണ പാതയിലാ